നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഹമാസ് തീവ്രവാദികൾക്കായി പ്രാർത്ഥനാ സംഗമം നടത്തി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്. ബീച്ചിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. ഭീകര സംഘടനയായ ഹമാസ് തലവൻ കൊല്ലപ്പെട്ട യഹിയ സിൻവാറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ആദരിക്കപ്പെടേണ്ടവരോ ഹമാസ് തീവ്രവാദികൾ? ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം, BJP വക്താവ് B. രാധാകൃഷ്ണ മേനോൻ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ ഡോക്ടർ നുസ്രത് ജഹാൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ നുസ്രത് ജഹാൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റാണ് ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷാഫി ചാലിയം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും അതുപോലെ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനും ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ പോരാളികൾ എന്നാണ് ഇവരൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പ്രാർത്ഥനാ സംഗമം കേരളത്തിൽ, അതും കോഴിക്കോട് നടത്തിയതിന് പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും? പറഞ്ഞോളൂ, എൻ്റെ ചോദ്യം കേട്ടോ. കേൾക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഈ കോഴിക്കോട് എന്താ പറ്റിയെന്നുള്ള അപ്പൊ ഞാൻ ആലോചിക്കുന്നത്. കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. അത് സോളിഡാരിറ്റി ആണ് നടത്തിയെങ്കിലും ഞാൻ കണ്ടതനുസരിച്ചിട്ട് എല്ലാ മുസ്ലിം സംഘടനകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെ? അതെ അതെ, മുസ്ലിം സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്. ആരും ഇല്ലാത്തത് മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി എല്ലാരും ഉണ്ടല്ലോ. SDPI, മുസ്ലിം ലീഗ്, എല്ലാ മുസ്ലിം സംഘടനകളും മേജർ. കോൺഗ്രസ് നേതാക്കന്മാര് പങ്കെടുത്തിട്ടില്ല എന്നും പറഞ്ഞൊരു വാർത്ത കണ്ടു. പക്ഷെ പങ്കെടുത്തു എന്ന് പറയുന്നു, ഞാൻ അത് അന്വേഷിച്ചു. അതല്ലേ? അപ്പൊ എല്ലാരും ആയി, മൊത്തം ടീം അവിടെ വന്നു. അപ്പൊ മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു ഡെമോക്രാറ്റിക്, ഇവര് ഡെമോക്രസിയെ പറ്റിയിട്ടാണല്ലോ മിനിറ്റിന് പ്രസംഗിക്കുന്ന കൂട്ടരല്ലേ ഇവര്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് ഇവിടെയുള്ള പാർട്ടികൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണ രാജ്യം പറയണത് അവരെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാ. ബാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാൻ ചെയ്യാത്തത് എന്താണോ ഹോം മിനിസ്ട്രീന്റെ നിലപാട് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളെ ഹോം മിനിസ്ട്രി. അവരുടെ നിലപാട് അത്രക്കും ശക്തമായിട്ട് തന്നെ വരും ദിവസങ്ങളിലാണ് അറിയാൻ പറ്റിയത്. അപ്പൊ ഈ അമേരിക്കയും ബ്രിട്ടനും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ അമേരിക്ക പോലത്തെ ഒരു രാജ്യം പിന്നെ പാലസ്തീന് ജയ് വിളിച്ചവരെ വരെ തിരിച്ചയക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഈ ഹമാസിനെ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നോ പാലസ്തീന് സഹായം ചെയ്യില്ല എന്നോ ഇന്ന് വരെ ഇന്ത്യ പറഞ്ഞിട്ടില്ല, ഭാരതം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ഇപ്പോഴും ഉള്ള സഹായങ്ങൾ പാലസ്തീൻ എത്തിക്കുക. അവിടത്തുള്ള ഹമാസ് ഭീകരവാദികളെ ഒരു സമയം വരെ ഈ ഒരു പിന്നെ പെട്ടെന്ന് ഹമാസ് കയറി ഇസ്രായേൽ ആക്രമിച്ച ഈ 2 വർഷത്തോളായില്ലേ, ആ സമയം വരെ ഹമാസ് ആ പാലസ്തീന് വരെ ഭീകരരായിരുന്നു. എങ്ങനെ ഇവര് പോരാളികളായി എന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം. അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അല്ലെ? ഇങ്ങ് അറ്റത്ത് കിടക്കുന്ന കൊച്ചു കേരളത്തിൽ അറബിക്കടലിന്റെ കാറ്റുകൊണ്ട് ഇവര് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോ ഇതിൽ വലിയ അജണ്ട ഉണ്ട്. നമ്മൾ കാണുന്ന ഇത് അജണ്ട വെച്ചപ്പോ ഈ പറയണ ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് അന്ന് പറഞ്ഞപ്പോ അത് പാർട്ടി എല്ലാ കുട്ടികളാണ് അറിയാതെ വന്ന. ഇവർക്ക് ഈ ലോകത്ത് ഇവരെ ഫോട്ടോ പിടിച്ചിരുന്ന ഗാന്ധിജിനെയും നെഹ്റുവിനെയല്ലേ ഇവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അവരെ ഫോട്ടോ വെച്ചാൽ മതിയല്ലേ? അപ്പൊ ഇവിടെ വന്ന് പിന്നെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോ നാളെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, നാളെ ഇന്ത്യ ഇപ്പൊ നരേന്ദ്രമോദി ഇതിനെ നിരോധിച്ചു എന്ന് വെച്ചോളൂ, ബാൻ ചെയ്തു ഹമാസിനെ ഭാരതത്തിൽ നിന്നാല് ഇവരപ്പം നമാസ് നടത്തൂ ഹമാസിനെതിരെ, നമ്മൾക്ക് രാജ്യത്തിനെതിരെ, അല്ലെ? ഈ ഒരു ഭീകരാവസ്ഥയിൽ കൊണ്ടുപോകുമ്പോ ഭരണത്തിലിരിക്കുന്ന ചെറിയ സംഘടനകളോ ഒന്നുമല്ല,
ഒരു മുഖ്യ പാർട്ടിയായ മുസ്ലിം ലീഗ് ഇതിനൊക്കെ എങ്ങനെ കൊടി പിടിക്കുന്നു എന്നുള്ളതാണ് തീരെ മനസ്സിലാവാത്ത ഒരു കാര്യം. മനസ്സിലാവാത്തയല്ല, പക്ഷേ കാരണം മനസ്സിലാവാത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്നെ പോലുള്ള ആൾക്കാർ പണ്ട് കണ്ട മുസ്ലിം ലീഗ് ഈ സോളിഡാരിറ്റിയോ വെൽഫെയർ പാർട്ടിയോ SDPI ഒന്നും കൂടെ കൂട്ടാത്ത ആൾക്കാരായിരുന്നു. സിമി ഇവരെയൊന്നും കണ്ടാ സലാം പറയുക, ഇവര് പോണ പള്ളിയിൽ പോവുകയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടു പാണക്കാട് എല്ലാം പുതിയ പുതിയ സാധനങ്ങളാ കാണുന്നത്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഇഫ്താർ പാർട്ടിയിൽ പാണക്കാട് തങ്ങളെ കണ്ടു. ഇവര് ഒരു പള്ളിയിൽ, എന്റെ അനിൽജി, ഒരു പള്ളിയിൽ കയറൂലായിരുന്നു മുസ്ലിം ലീഗിന്റെ ആൾക്കാര്. ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും പിന്നെ മുജാഹിദൊക്കെ പോലത്തെ ആൾക്കാരുടെ പള്ളിയിൽ കയറൂല. ഇവർക്ക് ഐറ്റമായിരുന്നു ഈ വെൽഫെയർ പാർട്ടിനോടും സോളിഡാരിറ്റി പാർട്ടിനോടും ഒക്കെ. ഇന്നിപ്പോ ഇവരൊക്കെ ഒന്നിച്ച് നിന്നിട്ട് ഒരു മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് ഇതിപ്പോ കാണണ്ടേ നരേന്ദ്രമോദിക്ക് എതിരെ. അപ്പൊ അവര് പറയും ഞങ്ങൾ BJPക്ക് എതിരല്ല, RSSനെതിരെ. RSSനെതിരെ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷാക്ക് RSS എന്ന് വന്ന ആൾക്കാരാ. രാജ്യത്തിന്റെ പിൻബലം അവര് തന്നെയാണ് ഇന്നത്തെ സർക്കാരിന്റെ, അത് സമ്മതിച്ച് തന്നെ തരാം. അപ്പോ ഈ ഒരു ഇവരുടെ പുറത്താക്കാൻ വേണ്ടി ഈ സംഘടനകളെല്ലാം ഒന്നായി ലാസ്റ്റ്. ഈ ഇവര് കണ്ടാമിണ്ടാത്ത, സലാം ചെല്ലാൻ മടക്കാത്ത, നോമ്പ് വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല, നിക്കാഹ് ചെയ്യാൻ. നിങ്ങൾക്കറിയോ പള്ളിയിലെ നിക്കാഹ് ജമാഅത്ത് ഇസ്ലാമിന്റെ ഖാദിയാരാണ് നടത്തണമെങ്കിൽ സുന്നീന്റെ ആൾക്കാർ, ഈ മുസ്ലിം ലീഗുകാർ വരെ ആ കല്യാണത്തിന് സമ്മതിക്കൂല. ഇപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇപ്പുറത്ത് മുസ്ലിം ലീഗ് ആണെങ്കിൽ ആ കല്യാണത്തിൽ ഒരു പറയില്ല ജമാഅത്തുകാരെ ഖാദി പറ്റൂല, ഞങ്ങളെ ഖാദീനെ വേണം, ചെക്കന്റെ പാർട്ടി സുന്നിയാണെങ്കിൽ. അപ്പം അങ്ങനത്തെ മുസ്ലിം ലീഗൊക്കെ ഇങ്ങനെ ഒന്നിച്ചു വരുന്നത് ഒരു ഭയങ്കര സ്റ്റോറി തന്നെയാണത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണത്തിൽ പോകണം. ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കേന്ദ്രം, കാരണം കേരളത്തിൽ നിന്ന് നമുക്ക് ഇതിന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇതിനെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കുന്തിരിക്കം വാങ്ങി വെച്ചോ പറഞ്ഞവരെ വേറെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത ചെറിയ ആൾക്കാരെ നമ്മള് കണ്ടു അറസ്റ്റ് ചെയ്യണത്. ഇപ്പൊ അത് ഭീകരതയുടെ ഒന്നല്ല. PC ജോർജ്, ബോബി ചെമ്മണ്ണൂരൊക്കെ പോലത്തെ നോക്കുമ്പോ അതൊക്കെ സ്റ്റുപ്പിഡ് കേസുകളാ. പറഞ്ഞുണ്ടാക്കി ഇവരെ അകത്താക്കുക എന്നുള്ള ഒരു കാര്യം നടത്തുന്നു. അപ്പൊ ഇവരെ എല്ലാം അകത്താക്കുക പറയുന്നവരെ മതേതരം പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഇവർക്ക് എന്ത് മതേതരാണുള്ളത്? ഇങ്ങനെ ചെയ്യുമ്പോ ഇവര് പറയണോ ഇത് ഞങ്ങൾക്കെതിരെയാണ് പറയണത്. ഹമാസ് ഇവർക്ക് പോരാളികള്, ഇവിടുത്തെ ഹിന്ദുക്കളും RSS എതിരാളികള്. തൊട്ട ബൗണ്ടറിയിൽ നടക്കുന്ന ബംഗ്ലാദേശ്, നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾ ഇവർക്ക് ശത്രുക്കള്. എത്രയോ മൈൽ ദൂരെയുള്ള പിന്നെ പാലസ്തീന് വരെ, പാലസ്തീനോട് പിന്നെ വലിയ സപ്പോർട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ യാസർ അറഫാത്തിന്റെ രാജ്യമാണ് പലസ്തീൻ. എന്നാലും അവരുടെ അവസ്ഥ അനുസരിച്ച് എക്കാലവും ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആരും വേണ്ടിയില്ലല്ലോ. ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഈ ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ എന്താ കാരണം? ഒറ്റയടിക്ക് കൊന്ന് അതിന് പ്രശ്നമില്ല, ആദ്യം ചെയ്യണോനും പ്രശ്നമില്ല. ഗുജറാത്ത് കലാപത്തില് പിന്നെ ട്രെയിനിൽ വന്ന സ്വാമിമാരെ ചുട്ടത് പ്രശ്നമില്ലാതായി. മൊത്തം ഒരു ആഭ്യന്തര കലഹം ഇളക്കി വിട്ടിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഒരു ആഭ്യന്തര ലഹള നടക്കുമ്പോൾ ആർക്കാണ് എന്താണ് സംഭവിക്കുക, ഏത് തീവ്രവാദിയാണോ ഉയർത്തെഴുന്നേക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഹിന്ദുവാവാം, ക്രിസ്ത്യാനിയാവാം, മുസ്ലിം ആവാം. പക്ഷെ അത് ഇളക്കി വിടുന്നത് ആരാണ്? ഈ വക പ്രശ്നങ്ങള്. അപ്പൊ ഇതുപോലെയുള്ള കൊടി പിടിക്കാന്ന ഇന്നലെ ആലോചിച്ച് നോക്കുക. ആ സ്ഥലത്ത് വേറെ ക്ഷമയില്ലാത്ത ഇന്നിപ്പോ RSS പോലത്തെ ഏതെങ്കിലും ഒരു ടീം അവിടെ വന്ന് എതിർ പാർട്ടിയിലുള്ളവര് എന്താണ് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവും? അവിടെ വർഗീയ ലഹളാവും. അപ്പൊ എന്താവും? മുസ്ലിങ്ങളെ പ്രശ്നമാക്കി, മുസ്ലിങ്ങളതാക്കി. അപ്പൊ എല്ലാ ഹിന്ദുക്കളെ ആയിരിക്കും ഇന്നലെ അവിടെ അറസ്റ്റ് ചെയ്യുക, അല്ലെ? നമ്മളെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോ വേറൊരു സ്റ്റേറ്റിലാണെങ്കിലും അത്ര പ്രശ്നം വരില്ല. അപ്പൊ അങ്ങനത്തെ ഇത്രയും പ്രശ്നമുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവർക്കൊരു ലഹള ഇളക്കി വിടണം. പണ്ട് മലബാർ ലഹളൊക്കെ ഉണ്ടാക്കിയ പോലെ അറബിക്കടലിൽ എറിഞ്ഞ കത്തി ഞാൻ ഊരി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ അവര് തന്നെയാണ് ഇപ്പോഴും മലബാറിലുള്ളത് തന്നെയാണ് ഇപ്പൊ ഞാനൊക്കെ കുറച്ച് വിശ്വസിക്കുന്നത്. ഓക്കെ, ശ്രീ ഷാഫി ചാലിയം, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചത് താങ്കൾ എന്തുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തു? ഇത് ഒരു പലസ്തീനിലെ
ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതകൾക്ക് വിധേയമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിത്യദുരിതത്തിലായി വളരെ പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ മോക്ഷത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സദസ്സായിരുന്നു. തീർച്ചയായിട്ടും പലസ്തീൻ വിഷയത്തിൽ തുടക്കകാലം തൊട്ട് തന്നെ മുസ്ലിം ലീഗ് പലസ്തീൻ ജനതയോടൊപ്പമാണ്. മുമ്പ് കാലത്ത് 90-കൾക്ക് മുമ്പ് തന്നെ PKK ബാവ സാഹിബ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇൻതിഫാദ എന്ന് പറഞ്ഞ് പലസ്തീൻ ജനതയോട് വലിയ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രദ്ധേയമായ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ നജീബ് ഭരണകൂടത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ അഫ്ഗാൻ മുജാഹിദുകൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ CPM ഞങ്ങളെ ശത്രു പാർട്ടിയാണ്. CPM പലസ്തീനിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ട് ഒരു പരിപാടി നടത്തി. ആ പരിപാടിയോട് ഞങ്ങൾ വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത്. ഞങ്ങളതിനെ എതിർക്കാൻ പോയിട്ടില്ല. അതിനൊരു നല്ല നടപടിയായിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കൂടെയുള്ള ഘടകകക്ഷിയായ കോൺഗ്രസിനെ ക്ഷണിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ പരിപാടിക്ക് പോകാതിരുന്നത്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് പലസ്തീൻ അത് ആര് BJP നടത്തുകയാണെങ്കിലും പലസ്തീനിലെ ഈ ഹതാശരായ ജനതയോട് ഐക്യദാർഢ്യപ്പെട്ട് എന്ത് പരിപാടിക്ക് വിളിച്ചാലും പോകുന്നതിൽ ഞങ്ങളൊരു കുഴപ്പം കാണുന്നില്ല. അവിടെ ഹമാസിനെ പിന്തുണയ്ക്കാനോ ഹമാസിന് വേണ്ടിയല്ല, അവിടെ പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ സദസ്സാണ്. പിന്നെ ഹമാസിനെ കുറിച്ച് നിങ്ങളിവിടെ പറയുന്നു ഭീകര സംഘടനയാണ്. നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം, ഹമാസിനെ ഭീകര സംഘടനയായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഐക്യരാഷ്ട്രസഭ ഹമാസിനെ ഭീകര സംഘടനയായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അമേരിക്കയെ സ്വന്തമായും അമേരിക്കയും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ട് 7 തവണ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവന്നതാണ്. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അതിനെ എതിർത്ത് വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ്. ഗസ, പലസ്തീനിൽ മുഴുവനും ഹമാസ് ഇല്ല. ഹമാസ് ഗസയിൽ മാത്രമാണ്. അതാണ് പഠിക്കേണ്ടത്. വെസ്റ്റ് ബാങ്കിലോ അതേമാതിരി റാബല്ലയിലോ ഖാൻ യൂണിസിലോ അവിടെ ഒന്നും ഒരു യൂണിറ്റ് പോലും ഹമാസിനില്ല. ഹമാസ് ഗസക്ക് പുറത്ത് ഒരു വിഷയത്തിലും ഇതുവരെ ഇടപെട്ടിട്ടില്ല, ഒരു അന്താരാഷ്ട്ര വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസിൻ്റെ ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പ് അതിൽ കൊല്ലപ്പെട്ട അതിൻ്റെ നേതാക്കൾ രക്തസാക്ഷികളായിട്ടാണ് ഞങ്ങളും കാണുന്നത്, ലോകം അങ്ങനെയാണ് കാണുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ സംഗമങ്ങൾ നമ്മൾ കണ്ടതാണ്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും നടത്തിയിട്ടുണ്ട്. ആ അമേരിക്കയിൽ അതിന് ലീഡർഷിപ്പ് തന്നെ കൊടുത്തത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകരാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മുഴുവനും ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് പലസ്തീനു വേണ്ടി. യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട്. ഇനി എവിടെയാണ് ബാക്കിയുള്ളത്? അതുകൊണ്ട് ലോകത്ത് എവിടെയും ഇസ്രായേലിന് അനുകൂലമായിട്ട് എവിടെയെങ്കിലും ഒരു പ്രകടനം നടത്തണം, എവിടെയെങ്കിലും ഇത് കാണിച്ചു തരാൻ പറ്റുമോ? മുസ്ലിങ്ങൾ 1% പോലും ഇല്ലാത്ത രാജ്യമുണ്ട്, ഫിൻലാൻഡ്. അവിടെ പോലും പലസ്തീൻ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് റാലി നടന്നിട്ടുണ്ട്. എന്താ ഇതിന് കാരണം? അപ്പം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ രാജ്യം, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ കേരളത്തിലെ MP ആയ, കണ്ണൂരിൽ നിന്നുള്ള MP ആയ K. സുധാകരൻ ലോക്സഭയിൽ എഴുതി ചോദിച്ചിട്ടുണ്ട്, ഹമാസിനെ ഭീകര സംഘടനയായിട്ട് ഇന്ത്യ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്ന മറുപടി കിട്ടിയത്. അതുപോലെ തന്നെ നിരവധി ഘട്ടങ്ങൾ മറുപടി കിട്ടിയോ? നമ്മുടെ പ്രധാനമന്ത്രി എവിടെയെങ്കിലും ഹമാസ് തീവ്രവാദിയാണ്? ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. അനിൽ നമ്പ്യാർ വാട്സപ്പ് ഒന്ന് ഓണാക്കി. തുടരാം. യെസ്, ഇത് വായിച്ചു നോക്കൂ. കിട്ടിയല്ലോ. അതിൽ വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ ഭാഗം, ആ ഡേറ്റ് അടക്കം പറയുന്നുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, പിന്നെ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവിനോട് ഒക്ടോബർ 7 2024 ഒക്ടോബർ 7
തെല്ലവീവിൽ ഹമാസ് അറ്റാക്ക് ചെയ്തത്. അതാണ് യുദ്ധത്തിൻ്റെ മുഖ്യ കാരണങ്ങളായി പറയുന്നത്. എന്നാൽ ഒക്ടോബർ 13-ന് വളരെ കൃത്യമായി ഒക്ടോബർ 13-ന് പിന്നെ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം, അത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ്, ആ വക്താവിൻ്റെ പേര് അരിന്ദം ബാഗ്ചി എന്നാണ്. അരിന്ദം ബാഗ്ചി. ഞാൻ ആ ലിങ്കും നിങ്ങൾക്ക് അയച്ചുതരാം. അരിന്ദം ബാഗ്ചിയോട് കൃത്യമായി ANIയുടെ റിപ്പോർട്ടറും ന്യൂസ് 18 റിപ്പോർട്ടറും PTIയുടെ റിപ്പോർട്ടറും ചോദിക്കുന്നുണ്ട് ഹമാസിനെ കുറിച്ച്. ആ ചോദ്യത്തിനൊന്നും എവിടെയും ഹമാസ് ഭീകര സംഘടനയാണോ എന്ന ചോദ്യത്തിനൊന്നും ഭീകര സംഘടനയാണ് എന്ന് എവിടെയും സമ്മതിക്കുന്നില്ല. കാരണം അതൊരു നയതന്ത്ര മേഖലയിൽ വളരെ കൃത്യമായി, ഇപ്പം ഞാൻ തന്നെ പറയട്ടെ, കേരളത്തിൽ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഹമാസ് ഭീകരക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. പരിപാടി നടന്നു. പക്ഷെ മുന്നിലെ ബാനറിൽ ഹമാസ് എന്ന പേരില്ല. എന്താ ഇതിന് കാരണം? ഭീകരതയ്ക്കെതിരെ എന്ന് മാത്രമാക്കി ഹമാസിൻ്റെ പേര് ഉപയോഗിച്ചത്. അത് ഡൽഹി എന്നുള്ള ഇടപെടലാണ്. ഇവിടെ ഏതെങ്കിലും 4 സംഖ്യകളൊക്കെ ഇങ്ങനെ കണ്ട് വിളിച്ചു പറയുമ്പോഴേക്കും അങ്ങനെ ഒരു ഭീകര സംഘടന ആവില്ല. ആദ്യം ഇന്ത്യ രാജ്യം 37 സംഘടനകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, UK ഐക്യരാഷ്ട്രസഭയിൽ ഇവർക്കൊന്നും ബുദ്ധിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് താങ്കൾ? അല്ല, അത് അവരെ അതുപോലെ അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇന്ത്യ പിന്തുണച്ചില്ല? 7 തവണ വന്നതാ. 7 തവണയെ എതിർത്ത് വോട്ട് ചെയ്യത്. നിഷ്പക്ഷത പാലിക്കല്ലേ ഇത്? കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവ, കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊന്ന അവരുടെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്നവർ, ഇവരെയൊക്കെ എന്താ വിളിക്കേണ്ടത്? എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? എവിടെയാണ് കൂട്ടബലാത്സംഗം നടന്നത്? ഇല്ലേ? അനിൽ നമ്പ്യാർ അതിന്റെ തെളിവുകൾ കൊണ്ടുവരും. നടന്നിട്ടില്ലേ? നിങ്ങൾ ആ പ്രദേശത്ത് നടന്നിട്ടില്ല? എത്ര റിപ്പോർട്ടുകൾ ഇല്ല. ഒക്ടോബർ 7-ന് നടന്ന, ഒരു മിനിറ്റ്, ഒക്ടോബർ 7-ന് നടന്ന അറ്റാക്ക് പോലും നിങ്ങൾ വളരെ പഠിക്കണം. ആ അറ്റാക്ക് പോലും ഇസ്രായേലിൽ വലിയ വിഷയമാണ്. ഇസ്രായേൽ അത് വലിയ സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒക്ടോബർ 7-ന് ഈ ഹമാസ് ഗറില്ലകൾ നടത്തിയ അറ്റാക്ക്, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞു ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ. എല്ലാ CCTVയുടെ ഫൂട്ടേജുകളും ഗവൺമെൻറ് പിടിച്ചു വെച്ചു. ഒന്നും ലോകത്തിന് കാണിക്കുന്നില്ല. എന്താ അവിടെ നടന്നത്? അവിടേക്ക് കടന്നു കയറി കുറേ പേരെ ബന്ദിയാക്കി. ആ ബന്ദിയാക്കിയ നടപടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലേക്ക് പോയി കുറേ പേരെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി കുറേ പേരെ അവിടുന്ന് ബന്ദിയാക്കി പിടിച്ചു കൊണ്ടുവരും. എന്തിനാ ബന്ദിയാക്കണം? എല്ലാവരെയാണ് കൊന്നാൽ പോരെ. എന്തിനാണ് ഈ ബന്ദികളെ പിടിക്കേണ്ട ആവശ്യം? നിങ്ങൾ പഠിക്കേണ്ടത്, ഇസ്രായേൽ സമ്മതിച്ച കണക്ക് പ്രകാരം തന്നെ 69,000 പലസ്തീനികൾ, കുട്ടികളടക്കം ഇസ്രായേൽ ജയിലിലുണ്ട്. പിടിച്ചു കൊണ്ടുപോവുക വലിയ ഒരു 50-60 ട്രക്കുമായി. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരപ്പള്ളി, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം നേരിൽ കണ്ട കാഴ്ചയാണ്. വരിവരിയായിട്ട് ട്രക്കുകൾ കൊണ്ട് വരിക. വന്നിട്ട് സാധാരണ ഈ മത്സ്യം വാങ്ങാൻ പോകും, പച്ചക്കറി വാങ്ങുന്ന കുട്ടികൾ അടക്കമുള്ള എല്ലാവരെയും സേന പിടിച്ചു കൊണ്ടുപോവുക. ഇങ്ങനെ കൊണ്ടുപോയി നിറച്ച് 61,000 ചില്ലാൻ ആളുകളുടെ കണക്ക് അവർ എന്നെ സമ്മതിക്കുന്നുണ്ട്. ഹമാസ് പറയുന്നത് 90,000 പേരുണ്ടെന്നാ. ഇവരെ മോചിപ്പിക്കാൻ എവിടെ പോകാൻ ഈ പലസ്തീനികൾക്ക് ഒരു കോടതിയുണ്ടോ? ഒരു സംവിധാനമുണ്ടോ? ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യമാണോ ഇസ്രായേൽ? ഐക്യരാഷ്ട്രസഭ 12 പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ പാസ്സാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വീറ്റോ ചെയ്യുകയാണ്. ലോകത്ത് അതിക്രൂരതയാണ് നടക്കുന്നത്. അവരെ മുമ്പിൽ എന്ത് മാർഗം? ഈ 90,000-ഓളം വരുന്ന ഈ പലസ്തീനികളെ 9 വയസ്സുള്ള കുട്ടികളടക്കം കൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുകയാണ്. അവരെ ഇറക്കാൻ എവിടെയാണ് പോകേണ്ടത്? ആരുടെ വാതിലാണ് മുട്ടേണ്ടത്? മനുഷ്യത്വപരമായി അനിൽ നമ്പ്യാർ സംസാരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ലോകത്ത് ഇന്ത്യ ഇടപെടുമോ? വേറെ ആരെങ്കിലും ഇടപെടുമോ? അവരെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. വേറെ എന്താണ് അവരുടെ ആവശ്യം? നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ നടത്തിയിട്ടില്ലേ? പോലീസ് സ്റ്റേഷൻ പൊളിച്ചിട്ടില്ലേ? റെയിൽവേ പാലം തകർത്തിട്ടില്ലേ? കൂട്ടബലാത്സംഗം, അതുപോലെ കുട്ടികളെ കൊന്നൊടുക്കൽ, ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണോ നടക്കുന്നത്? ഒന്ന് പറയും.
കൂട്ടബലാത്സംഗം നടത്തിയ കൂട്ടബലാത്സംഗം നടത്തിയ, ഞാൻ പറഞ്ഞുതരാം ഒരൊറ്റ കാര്യം, കൂട്ടബലാത്സംഗം നടത്തിയ ഈ വാർത്ത, ആ വാർത്ത ഞാൻ മനസ്സിലാക്കണം CNN TV ആണ്, CNN ആണ് കൊടുത്തത്. ആ ലേഖികയുടെ പേര് വരെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലേഖികയെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ, ഒരു മിനിറ്റ്, ഈ ഒരു വീഡിയോ ഇറങ്ങി, ഇത് CNN പ്രക്ഷേപണം നടത്തി. അതിന് ആര് ഷെയർ ചെയ്തു? ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് അതിന് ഷെയർ ചെയ്തു. ഷെയർ ചെയ്തതിന് ശേഷം ഈ CNN ലേഖിക ഈ വീഡിയോന്റെ തെളിവ് ചോദിച്ചു ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററോട്. തെളിവ് തരാം എന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ തെളിവ് കൊടുത്തില്ല. അതിന്റെ പേരിൽ യു ഹാവ് ചീറ്റഡ് മീ, ഗോഡ് വിൽ നോട്ട് കോംപ്രമൈസ് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചു ഈ CNN ലേഖിക ആർക്ക്? ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർക്ക്. ഇല്ലാത്ത വീഡിയോ ആണ്, കള്ള വീഡിയോ ആണ്. മാത്രമല്ല ജോ ബൈഡൻ ഇത് ഷെയർ ചെയ്തു. പിറ്റേ ദിവസം വൈറ്റ് ഹൗസ് തിരുത്തി. ജോ ബൈഡനെ തിരുത്താണ്. ഞങ്ങളെ പ്രസിഡന്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കള്ളമാണെന്ന് വൈറ്റ് ഹൗസിന് സമ്മതിക്കേണ്ടി വരുമെന്നു. എല്ലാം നോക്കൂ നിങ്ങൾ, എല്ലാം ക്രിയേറ്റഡ് ആണ്. അത് മാത്രമല്ല, വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹമാസിന്റെ സംഭാവനകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അത് പറയാനുള്ള സമയമില്ല. താങ്കളൊന്ന് പരിശോധിക്കൂ. വിക്കിപീഡിയയിൽ ഹമാസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹമാസിന്റെ പ്രവർത്തനം ഏത് തരത്തിലാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിക്കിപീഡിയയെ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിരവധി സംഭവങ്ങളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. താങ്കൾ അത് പരിശോധിക്കുക. ഇപ്പൊ ഇതെല്ലാം അവതരിപ്പിക്കാൻ എനിക്ക് സമയമില്ല. ഷാഫി ചാലിയം, 2 അതിഥികൾ കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് അവരിലേക്ക് പോകണം. അല്ല, വിക്കിപീഡിയ എന്നാ പിന്നെ എന്തിനാ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിൽ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? വിക്കിപീഡിയയെ കുറിച്ച് ഞാൻ പറയാം. വിക്കിപീഡിയയിൽ ആർക്കും പോയി എഡിറ്റ് ചെയ്യാം. അനിൽ നമ്പ്യാർ ഒരു പ്രൊഫൈൽ വിക്കിപീഡിയയിൽ ഉണ്ടെങ്കിൽ എനിക്ക് പോയി എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കാണിച്ചു തരണോ ഞാൻ? എന്തെത്താ നിങ്ങളെ കഥ? ശരി ഷാഫി ചാലിയം, ഞാൻ മറ്റ് 2 അതിഥികളിലേക്ക് കൂടി പോട്ടെ. അവരുടെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഹമാസിനെ കുറിച്ചുള്ള ഷാഫി ചാലിയത്തിൻ്റെ അഭിപ്രായം താങ്കൾ കേട്ടല്ലോ. സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന. അവരെന്ത് അപരാധമാണ് ചെയ്തത് എന്നാണ് ഷാഫി ചാലിയൻ ചോദിച്ചത്. ഹമാസിന് വേണ്ടി കേരളത്തിലെ ചില പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോ സ്വാതന്ത്ര്യ സമരം ആയതുകൊണ്ടാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷാഫി ചാലിയത്തിന്റെ വാദം. ഷാഫി ചാലിയത്തിന്റെ മാത്രമല്ല, ആഗോള മുസ്ലിങ്ങളുടെ പൊതുവായ വാദമാണത്. എന്തുകൊണ്ട് കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടി ഇവിടെ വ്യാപകമായി പള്ളികളിൽ പ്രാർത്ഥന നടന്നില്ല? 1. 2, അവർ പറയും നടന്നു എന്നൊക്കെ പറയും കേട്ടോ, അത് വേറെ വിഷയം. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇന്ത്യ പലതവണ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒന്നും തന്നെയും ഇതുപോലെ പള്ളികളിൽ വെച്ചിട്ട് ആരാധന നടത്തിയോ? 1. ഇനി എത്രയോ അധികം മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ വിയറ്റ്നാമിലൊക്കെ അനുഭവിച്ച പാശ്ചാത്യ ഇടപെടലുകൊണ്ട് അനുഭവിച്ച ചരിത്രങ്ങളുണ്ട്. അവിടെ വിയറ്റ്നാമീസിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥന നടന്നതായിട്ട് എന്റെ അറിവിലില്ല, എസ്പെഷ്യലി ഈ മുസ്ലിം പള്ളികളിൽ. അപ്പൊ മുസ്ലിം പള്ളികളിൽ ഹമാസിന് വേണ്ടി പ്രത്യേക നമസ്കാരം നടന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇത് കേവലം സ്വാതന്ത്ര്യ സമരമല്ല, മറിച്ച് മതരാഷ്ട്ര സ്ഥാപനത്തിനോ അല്ലെങ്കിൽ മതരാഷ്ട്രത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു പ്രത്യേക മതപ്രവർത്തനം മാത്രമാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, വളരെ ലളിതമായ ചോദ്യമാണ്. ഒരു മതഗ്രന്ഥത്തിൽ, വിശുദ്ധമെന്ന് അവർ വിശ്വസിക്കുന്ന അവരുടെ മതഗ്രന്ഥത്തിൽ പരമകാരുണികനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവം പറയുകയാണ് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സൗഹൃദം അരുത്, അവരോട് കച്ചവട ബന്ധം അരുത് എന്ന് പറയുമ്പോൾ അതിന്റെ തുടർച്ചയല്ലേ ഇപ്പോഴും ഇവിടെ ജൂതരാഷ്ട്രമായ ഇസ്രായേലിനോട് ഇത്രയും അമിതമായ രോഷവും അമിതമായ ദേഷ്യവും കൊണ്ട് നടക്കാനുള്ള പ്രധാന കാരണം അവരുടെ ദൈവത്തിന്റെ വചനം തന്നെയല്ലേ? അപ്പൊ അവർ പറയും അതിന്റെ കാരണം അതല്ല, അന്ന് കാലത്ത് യുദ്ധമായിരുന്നു, ഇങ്ങനെയായിരുന്നു. നോക്കുക, ന്യായം പറയാൻ എളുപ്പമാണ്. ഒരു മതഗ്രന്ഥം എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതും എല്ലാ കാലത്തേക്കുമുള്ള സന്ദേശം കൊടുക്കുന്നതുമാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന മതത്തിന് അന്നത്തെ കാലത്തെ ആണെങ്കിൽ അതെടുത്ത് കളയണം ഇപ്പോ, അല്ലേ? അത് കളയുന്നില്ലല്ലോ. ഇപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുകയല്ലേ? 3.5 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയല്ലേ? ഈ കുട്ടികളുടെ ഉള്ളിൽ ഒരു ജൂതനാണ് ഒരാളെന്ന് പറയുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ എന്താ ഓർമ്മ വരിക? അവനെ വിശ്വസിക്കരുത്, അവന്റെ കൂടെ നിൽക്കരുത്, അവനോട് കച്ചവടം വരുത്. ഇങ്ങനെ പൂർണ്ണമായും വർഗീയമായി ഭീകരമായ മതതീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഹമാസ്.
ഈ കഴിഞ്ഞ ദിവസം, അതായത് അദ്ദേഹം പറഞ്ഞല്ലോ ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ച് നമുക്കെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 21-ന്, ഫെബ്രുവരി 16 നടത്തിയ പ്രസ് റിലീസിൽ 21-നാണത് അച്ചടിച്ചു വന്നത് ഇസ്രായേലി പത്രങ്ങളിൽ. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോ എന്നയാൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. 2023 ഒക്ടോബർ 7-ന് നടത്തിയ നിഷ്ഠുരമായ, മനുഷ്യരാശിയെ ഞെട്ടിച്ച, മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരവും നിന്ദ്യവുമായ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ, ഇസ്ലാമിക ഭീകരവാദ സംഘടനയുടെ അറ്റാക്ക്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓൺ October 7, 2023, terrorists in Gaza abducted a mother, her child, her infant son and an 83-year-old man and murdered them. അതായത് ഹമാസിന്റെ ഭീകരവാദികൾ ഗസയിൽ നിന്ന് ഒരു അമ്മയെ, അവരുടെ കുഞ്ഞിനെ, അവരുടെ കൈക്കുഞ്ഞിനെ, 83 വയസ്സുള്ള ഒരു വൃദ്ധനെ ഒക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അയാളെ കൊന്നൊടുക്കി. And he writes, more than 500 days later, 500-ലധികം ദിവസങ്ങൾക്ക് ശേഷം ലോക സമുദായങ്ങൾ മുഴുവൻ പറഞ്ഞു ഹോസ്റ്റേജസിനെ വിട്ടയക്കൂ, അതിൽ കുഞ്ഞുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധരുണ്ട്, വിട്ടയക്കൂ. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും വിട്ടയച്ചില്ലെന്ന് ഓർക്കണം ഈ സമാധാനത്തിന്റെ സംഘടന. എന്നിട്ട് 500-ലധികം ദിവസങ്ങൾക്ക് ശേഷം ഹമാസ് റിട്ടേൺ ദം ടു ഇസ്രായേൽ ഇൻ കോഫിൻസ്. കൊന്നിട്ട് ശവപ്പെട്ടികളിലാണ് കൊടുത്തയച്ചത് 500-ലധികം ദിവസങ്ങൾക്ക് ശേഷം. അപ്പോ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറയുകയാണ്, we extend our deepest sympathies to the victims' families who have suffered the unimaginable. ചിന്തിക്കാനാവാത്ത ക്രൗര്യം നേരിടേണ്ടി വന്ന ഈ കുടുംബങ്ങൾക്ക് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം തുടർന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്, ഹമാസ് ഇസ് ഈവിൾ. ഹമാസ് എന്ന് പറയുന്നത് ശുദ്ധ ഭീകരതയാണ്, ക്രൗര്യമാണ്, പൈശാചികതയാണ്. Pure evil and must be eradicated. ഭൂമുഖത്ത് നിന്ന് ഹമാസിന്റെ അവസാനത്തെ കീടത്തെയും തുടച്ചു കളയണം. Hostages must come home now. ബന്ദികൾ ഇപ്പോൾ തിരിച്ചവരുടെ വീടുകളിൽ എത്തണമെന്നാണ് ഈ ഫെബ്രുവരി 16 US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞത്. ഇതിന്റെ കാരണം, പിന്നെ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. ഇന്ത്യ ഹമാസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് പലസ്തീനിലെ സാധാരണ ജനങ്ങളെയാണ്. പലസ്തീനിലെ സാധാരണ ജനങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെ PFI-യും ഇവിടുത്തെ മുസ്ലിങ്ങളും തമ്മിലുള്ള ആ രീതി തന്നെയാണ് പലസ്തീനിലെ ഹമാസും അവിടുത്തെ സാധാരണ മുസ്ലിങ്ങളും തമ്മിലുള്ള. സാധാരണ മുസ്ലിങ്ങൾക്ക് ജീവിക്കണം, കച്ചവടം ചെയ്ത് ജീവിക്കണം, സമാധാനമായിട്ട് ആഹാരം കഴിച്ച് ജീവിക്കണം എന്നേ ഉള്ളൂ. ഇതിൽ ഈ ടെററിസ്റ്റ് വിഭാഗം, ഈ ഭീകര വിഭാഗമാണ് ഇവരുടെ ജീവിത സ്വപ്നങ്ങളെ തകർക്കുന്നത്. അതുകൊണ്ട് ഭാരതം ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് പലസ്തീനി ജനതയ്ക്കെതിരല്ല, ഞാനും എതിരല്ല, പലസ്തീനിലെ മനുഷ്യർക്കെതിരല്ല. പക്ഷെ പലസ്തീനിൽ മതരാഷ്ട്രവാദം കൊണ്ടുവന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകര സംഘടനകളുടെ തലച്ചോറ് പ്രവർത്തിച്ചിട്ട് ഇതുപോലെ ക്രൗര്യം ചെയ്യുന്ന, കൈക്കുഞ്ഞെന്നോ സ്ത്രീയെന്നോ വൃദ്ധനെന്നോ ചിന്തയില്ലാതെ ഉപദ്രവിച്ചു കൊല്ലുന്ന ക്രൂരമായ ഈ ജിഹാദി സംഘടനയാണ് അവിടെ പ്രശ്നം. അതുകൊണ്ട് ഭാരതം ഹമാസിനെതിരെ തന്നെയാണ്. ഭാരതം ലോകത്തെ എല്ലാ ഭീകര സംഘടനയ്ക്കും എതിര് തന്നെയാണ്. പക്ഷേ പിന്നെ വേറൊന്ന് ചോദിച്ചു, ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പട്ടികയിൽ ഹമാസ് ഇല്ലല്ലോ എന്ന്. ഹമാസിന്റെ കുഞ്ഞാങ്ങളമാരായിട്ടുള്ള PFI ഉണ്ടല്ലോ. ഭാരതത്തിൽ ഹമാസിന് പ്രവർത്തനമില്ല. ഭാരതത്തിൽ അവരുടെ ഇരട്ട സഹോദരനായ PFI ആണ് പ്രവർത്തിക്കുക. അതിനെ നിരോധിച്ചിട്ടുണ്ടല്ലോ. ഈ മതരാഷ്ട്രവാദത്തിന്റെ വേര് കിടക്കുന്ന മതത്തിലാണ്, മതഗ്രന്ഥങ്ങളിലാണ്, മതബോധനങ്ങളിലാണ്. കേവലം സ്വാതന്ത്ര്യ സമരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ എന്തിനാണ് ഒരു വോർ ക്രൈ ആയിട്ട് അല്ലാഹു അക്ബർ വിളിക്കുന്നത്? അപ്പൊ ഇവിടെ പോരാട്ടം എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത് ജൂതന്മാരോടുള്ള അന്ധമായ വിരോധമാണ്. ആ അന്ധമായ വിരോധം ഇവർക്ക് എവിടുന്ന് കിട്ടി? ഈ പാവപ്പെട്ട ജനങ്ങൾക്കുള്ളിൽ മതബോധനം കിടക്കുകയാണ്. ജൂതനോടും ക്രിസ്ത്യാനിയോടും കൂട്ടുകൂടരുത്, കച്ചവടം വരുത് എന്നുള്ള മതബോധനം കിടക്കുകയാണ്. ലോകമെമ്പാടും തന്നെ ഇത് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ക്രൗര്യമാണ് ഇവര് ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും കാണിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇവര് പോരാളികളായിട്ട്, മുന്നണി പോരാളികളായിട്ട് നിർത്തിയിട്ട് എത്ര പേരെ കൊന്നൊടുക്കും അറിയാമോ? ഒരു കാര്യമുള്ളവരാണ് ചെയ്യാൻ പാടുണ്ടോ? സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മുമ്പിൽ നിർത്തും യുദ്ധത്തിന്റെ. അവരാദ്യം ചത്തുപോയിക്കോട്ടെ വെച്ചിട്ട്. ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഇസ്ലാമിക ഭീകര സംഘടനകൾ ലോകത്ത് എല്ലായിടത്തും ഒരേ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. താന്താങ്ങൾ ചെയ്യുന്ന നൃശംസതയെ, തെമ്മാടിത്തരത്തെ, ക്രൗര്യത്തെ എല്ലാം എന്താ പറയാ, പോരാട്ടമായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിക്കുക. നമ്മുടെ നാട്ടിൽ നമുക്ക് നേരിട്ട് അനുഭവം ഉണ്ടല്ലോ.
1921 ക്രൂരമായ മാപ്പിള ലഹളയെ ഇവർ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ്. പക്ഷേ ബ്രിട്ടീഷ് റെക്കോർഡ്സ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് മത അടിസ്ഥാനത്തിലുള്ള ഒരു എത്നിക് ക്ലെൻസിങ് ആയിരുന്നു എന്ന്. ഇത് വംശഹത്യയായിരുന്നു, ഹിന്ദു വംശഹത്യയായിരുന്നു അത്. 1921 ക്രൂരമായ മാപ്പിള ലഹളയെ പോലും പോരാട്ടമായിട്ടും സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിക്കുന്നു. ബ്രിട്ടീഷുകാരോട് പോരാടുന്നത് എന്തിനാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളെ കൊല്ലുന്നത്? വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒറ്റ നിമിഷം. ഷാഫി ചാലിയത്തോട് ഒരു അഭ്യർത്ഥന. ഷാഫി ചാലിയം, ഞാൻ കുറേ വീഡിയോസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് താങ്കളുടെ വാട്സാപ്പിൽ. താങ്കൾ എനിക്ക് ഇങ്ങോട്ട് അയച്ചല്ലോ. താങ്കൾ തെളിവ് എന്നോട് ചോദിച്ചു, ഞാൻ കുറച്ച് തെളിവുകൾ അങ്ങോട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കുക ഈ സമയത്തിൽ. വിദ്യാസാഗർ ഗുരുമൂർത്തി, തുടരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരുടെ പൊതു രീതിയാണ് അവർ ചെയ്യുന്ന അറ്റാക്സിനെ, ക്രൂരതയെല്ലാം സ്വാതന്ത്ര്യ സമരമായി പോരാട്ടമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ ഇസ്രായേൽ എന്ന പ്യുവർ ഈവിളിനെ ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിലെ പള്ളികളിൽ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ പള്ളികൾ അടച്ചുപൂട്ടി സീൽ വെക്കണം. കാരണം എനി ആംഡ് അജിറ്റേഷൻ അഗൈൻസ്റ്റ് ദ സോവറൻറ്റി ഓഫ് ദ ലാൻഡ് ഇസ് ടെററിസം. ഒരു നാടിന്റെ അഖണ്ഡതയ്ക്കെതിരെ ആയുധമേന്തിയുള്ള ഏത് പോരാട്ടവും ടെററിസമാണ്. എയ്ഡിങ് ആൻഡ് അബെറ്റിംഗ് ടെററിസം ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് ടെററിസം. സോ ദീസ് പീപ്പിൾ ആർ എയ്ഡിംഗ് ടെററിസം ഇൻ ദ ഫോം ഓഫ് പ്രേയേഴ്സ്, നമാസ്. ഭീകരവാദത്തിന് കേവലം ആയുധം കൊടുക്കുന്നത് മാത്രമല്ല, ഭീകരവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഹമാസിന്റെ പോരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിജയത്തിനായിക്കൊണ്ടാണ്. അവിടെ കേവലം മതബോധം മാത്രം തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന ഏതാനും ക്രൂരന്മാരാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവശേഷിക്കുന്ന ബീജങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അവർ രക്തബീജനെ പോലെ 1 നിന്ന് 1000 ഓരോ പള്ളിയിലും തമ്പടിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അഫ്സൽ ഗുരു എന്ന ഭീകരനെ കൊന്നപ്പോൾ പോലും ഇവിടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. അഫ്സൽ ഗുരു എന്ന ഭീകരനെ കൊന്നപ്പോൾ പോലും ഇവിടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട് പള്ളികളിൽ, കേരളത്തിൽ. ബിൻലാദിന് വേണ്ടി പ്രാർത്ഥന മാത്രമല്ല, തേജസ് എന്ന് പറയുന്ന ഇവരുടെ മാസികയുടെ ഫ്രണ്ട് പേജിൽ ഇയാളെ ഒരു ശാന്തിദൂതനായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ബിൻലാദിനെ. നമുക്കറിയാലോ, നമ്മുടെ നാട്ടില് WTC അറ്റാക്ക് ഉണ്ടായ സമയത്ത്, സെപ്റ്റംബർ 11 WTC അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഇവരെന്താ ഇവിടെ നാട്ടിൽ നാട് മുഴുവൻ ഓരോ മുസ്ലിമും പറഞ്ഞു നടന്നെന്താ, ജൂതന്മാരാണിത് ചെയ്തത്, ജൂതന്മാരാണിത് ചെയ്തതെന്നല്ലേ. യഥാർത്ഥത്തിൽ ആരാ ചെയ്തത്? മുഹമ്മദ് ആറ്റ എന്ന് പറയുന്ന ബിൻലാദിന്റെ ട്രൂപ്പിൽപ്പെട്ട ഒരുത്തനാണ് ഈ വിമാനം തട്ടിയെടുത്ത് റാഞ്ചിയെടുത്ത് കൊണ്ടിട്ട് ഇടിച്ചു കയറ്റിയത്. അവൻ ജൂതനായിരുന്നു, 5 നേരം നിസ്കരിക്കുന്നവനായിരുന്നു. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു അറപ്പും പൊളിപ്പുമില്ലാതെ നുണ പറയും മതത്തിന് വേണ്ടിയിട്ട്. മറ്റൊരാളും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരറപ്പോ ഒരു മനസ്സാക്ഷി കുത്തില്ലാതെ ഇവര് മതത്തിന് വേണ്ടി നുണ പറയും. അത് വലിയൊരു എന്താ പറയാ, ഒരു മൈനസ് മാർക്കാണ് ഇസ്ലാമിക ജനതയ്ക്ക്. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ചിത്രങ്ങളൊന്ന് ഞാൻ അങ്ങേക്ക് അയക്കാം. ഈ പറഞ്ഞ ഒക്ടോബർ 7 മനസ്സാക്ഷി മരവിപ്പിക്കുന്ന ചിത്രങ്ങൾ ഞാൻ അയക്കാം. അതില് ഓരോ വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കമാണ് വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ വലിയൊരു, ഞാൻ ചോദിച്ചു, ഇസ്ലാമിന് പല മുഖങ്ങളിൽ ഇവർ പോരാളികളെ ഇറക്കും. യൂറോപ്പിൽ വേറൊരു തരത്തിൽ, ഇന്ത്യയിൽ വേറൊരു തരത്തിൽ. ഈ മതരാഷ്ട്രമാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിന്റെ നടുവിൽ വന്നുപെട്ട ജൂതന്മാരാണ് ഇവർക്ക് ഏറ്റവും വലിയ തലവേദന. അവർ കുറച്ചു പേരേ ഉള്ളൂ. അവരുടെ 1948 മുമ്പ് ലോകം മുഴുവൻ അവർ ഓടി നടക്കുകയായിരുന്നു, സ്വന്തം രാജ്യമില്ലാതെ, അഭയാർത്ഥികളായിട്ട് കൊല്ലപ്പെട്ടിട്ട്, നാസിപ്പടയുടെ കയ്യിൽപ്പെട്ടിട്ട്. ഇപ്പൊ ജിഹാദികൾക്ക് അവർ വളരെ വലിയ തലവേദന, കാരണം ജൂതന്മാരാണെന്ന് മാത്രമാണ്. ഇപ്പൊ ഞാനൊരു ചെറിയ സിനാരിയോ ചോദിക്കട്ടെ. ഇത് കേവലം ഗാസ സ്ട്രിപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണെന്ന് വെക്കുക. ഇവിടെ ഭാരതത്തിൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുന്നത് കേരളത്തിനകത്തുണ്ടല്ലോ. അപ്പോ കശ്മീരും ഗാസ സ്ട്രിപ്പും തമ്മിൽ ഒരു സാമ്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു പക്ഷത്ത് ഇസ്ലാമിക രാഷ്ട്രമാണ് നിൽക്കുന്നത്, ഇപ്പുറത്ത് മതേതര രാജ്യമാണ് നിലനിൽക്കുന്നത്. അപ്പോ മതേതര രാജ്യത്ത് നിന്നുകൊണ്ട് പോലും നമ്മുടെ നാട്ടിൽ കൊച്ചിയിലും ആലുവയിലും ഒക്കെ എത്രയോ ഹോട്ടലുകളിൽ നിന്ന് തലയില്ലാത്ത ഇന്ത്യയുടെ സ്റ്റിക്കർ പിടികൂടിയ സംഭവം ഓർക്കുന്നുണ്ടോ? തലയില്ലാത്ത ഇന്ത്യയുടെ സ്റ്റിക്കർ പതിച്ച ഹോട്ടലുകളെല്ലാം അടച്ചുപോയി. എല്ലാം ഇസ്ലാമിസ്റ്റുകളുടെ ഹോട്ടലായിരുന്നു, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ ആയിരുന്നില്ല. അപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്നിട്ട് പോലും തലയില്ലാത്ത ഇന്ത്യ വിഭാവനം ചെയ്യുന്നവൻ
പലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നത് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ ടെററിസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഗസ സ്ട്രിപ്പ് ആണ് വിഷയമെങ്കിൽ, അത് കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു വിഷയമാണെങ്കിൽ അവിടെ മതപരമായ പ്രാർത്ഥനയുടെ സ്ഥാനം എന്താണ്? പലസ്തീൻ ഐക്യദാർഢ്യം ഒരു മറ മാത്രം. പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യത്തോടുള്ള ബന്ധമാണ്, അല്ലാതെ മനുഷ്യരോടോ മനുഷ്യരാശിയോടോ ഉള്ള നീതിബോധം അല്ലാതെ. അങ്ങനെ നീതിബോധമായിരുന്നെങ്കിൽ കശ്മീരിലും മറ്റും വേട്ടയാടി ഓടിക്കപ്പെട്ട പണ്ഡിറ്റുകളോട് ഇവർ എന്തെങ്കിലും കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട്? ആ കശ്മീരില് ഒരു തെറ്റും ചെയ്യാത്ത സാധുക്കളായിട്ടുള്ള പണ്ഡിറ്റുകളെ ഇസ്ലാമിക ഭീകരവാദികളും നുഴഞ്ഞുകയറ്റക്കാരും കൂടി അടിച്ച് അവിടെ നിന്ന് ഓടിച്ചിട്ട് ഇന്നും അവർ തെരുവിൽ കഴിയുകയാണ്. അപ്പൊ ആ ജനതയ്ക്ക് വേണ്ടി ഇവർക്ക് വിഷമമൊന്നുമില്ലേ? കണ്ണീരൊഴുക്കാനില്ലേ? അപ്പൊ ഒരു ഭാഗത്ത് ഇസ്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാരണം ഒന്നും നോക്കണ്ട, ന്യായീകരിച്ചോളൂ എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. പിന്നെ ഗസ സ്ട്രിപ്പിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നാളെ ഇസ്രായേൽ പറയാണ് ഇസ്രായേൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു, എല്ലാവരും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം തീർന്നില്ലേ? എന്റെ ചോദ്യം ഇതാണ്. ഇസ്രായേൽ പറയാണ് ഞങ്ങൾ നാളെ മുതൽ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്നോടെ ശാന്തിയോടെ പൂവിരിയും. കാരണം എന്താ? ഇത് മതപ്രശ്നമാണ്, ഇത് ഭൂമിശാസ്ത്ര പ്രശ്നമല്ല, അതിർത്തി തർക്കമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല, ഇത് മതപ്രശ്നമാണ്. ഒരുവൻ ഇസ്ലാമിൽ ചേരുന്നത് വരെ അവനോട് പരുഷമായി പെരുമാറുക, അവന്റെ കണ്ടെത്തിയെടുത്ത് വെച്ചെല്ലാം വെട്ടിക്കൊല്ലുക, സന്ധി തോറും വെട്ടുക, അവന് വേണ്ടി പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞ മതബോധനമാണ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് സ്വാതന്ത്ര്യ സമരമല്ല, ഇത് മതസമരമാണ്. യെസ് ഷാഫി ചാലിയം, ഇത് മതപ്രശ്നമാണ്, മതത്തിൻ്റെ പ്രശ്നമാണ്, മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമല്ല. ഷാഫി ചാലിയം, ഞാൻ കുറേ വീഡിയോസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, താങ്കളത് കണ്ടു കാണും. അതൊന്നും ഈ ദൃശ്യമാധ്യമത്തിലൂടെ കാണിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടാണ് താങ്കളുടെ ശ്രദ്ധയിലേക്ക് അയച്ചത്. ഇനി എന്തെങ്കിലും തെളിവുകൾ വേണമെങ്കിൽ ഞാൻ ഇനിയും തെളിവുകൾ അയക്കാൻ തയ്യാറാണ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ ആദ്യം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത്രയധികം ഞാനതാ പറഞ്ഞേ, നമ്മുടെ രാഷ്ട്രശില്പികളായ നമ്മുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തെമ്മാടി രാഷ്ട്രം എന്നാണ് ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിൻ്റെ മാതിരി ഇത്ര വ്യാജ നിർമ്മിതി ആരായിരുന്നു? ഇപ്പം നിങ്ങൾ ഈ കാണിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, കഴുത്ത് അള്ളാഹു അക്ബർ എന്നാണ് ഇറക്കുന്നത്. ആ വീഡിയോ ആണ് ആർക്ക് അയച്ചു കൊടുത്തത്? ഇതാ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു. CNN ലേഖിക അമേരിക്കൻ വംശീയായ സാറാ സിറ്റ്നറിന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ അയച്ചു കൊടുത്ത വീഡിയോയിൽ ഒന്നാണ് നിങ്ങൾക്ക് അയച്ചു തന്നത്. അപ്പം അതിൻ്റെ തെളിവുകൾ ചോദിച്ചു, തെളിവ് തരാം എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് CNN ഇത് കൊടുത്തു. ഇതാണ് ജോ ബൈഡൻ ഷെയർ ചെയ്തത്. പിറ്റേ ദിവസമാണ് ഇത് വ്യാജ നിർമ്മിതിയാണ്, ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ സാറാ സിറ്റ്നർ വളരെ കൃത്യമായി പറഞ്ഞു, എന്നെ പറ്റിച്ചതാണ്, എന്നെ വഞ്ചിച്ചതാണ്, ഇത് കളവാണ്. കേക്ക് അല്ല, അത് മൊത്തം നിങ്ങൾ വേറെ ഇപ്പൊ ഹമാസ് കൊണ്ടുപോയി പിടിച്ച് ബന്ദികളാക്കിയ കുറെ എണ്ണം അല്ല ചിരിക്കല്ലേ, ഇതെന്താ കൊള്ളക്കാരെ പോലെ പൊട്ടിച്ചിരിക്കണേ? ഹമാസ് ബന്ദികളാക്കി വെച്ചവരെ കുറെ വിട്ടല്ലൊപ്പം. ആ വിട്ട ബന്ദികൾ പറഞ്ഞു ഹമാസരെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ചുംബനം കൊടുത്തിട്ടാണ് ആ ബന്ദികൾ പോരുന്നത്. അവിടുത്തെ ഹിബ്രു ഭാഷയിൽ അവർ പറഞ്ഞു, ഞങ്ങളെ സഹോദരന്മാരെ ഞങ്ങളെ പോറ്റി, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നു, ദിവസവും ഞങ്ങളെ ഡോക്ടർ വന്ന് പരിശോധിക്കും, നഴ്സുമാരോട് പരിഗണന, സന്തോഷമായിരുന്നു, കരഞ്ഞുകൊണ്ടാ വിരിഞ്ഞത് ആ ബന്ദികൾക്ക് കൊടുത്തത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഹമാസിന്റെ ആൾ 67,000 വരുന്ന കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ട ബോഡി കുളിപ്പിക്കുക പോലും ചെയ്യുന്നില്ല, കാരണം രക്തസാക്ഷികളുടെ ബോഡി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ബന്ദികളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ ആ ബന്ദികളെ ബോഡി ഹമാസ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ മൃതദേഹത്തോട് പോലും ആ ഒരു ആദരവ് കാണിക്കുകയാണ്. എന്തിനാ അവരൊക്കെ ആവശ്യം? ബന്ദികൾ മരണപ്പെട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? കാരണം ഇസ്രായേലിലെ നിയമമുണ്ട്, ആ നിയമപ്രകാരം ഈ ബോഡി കിട്ടണം, അത് നിർബന്ധമാണ്. അവരുടെ സഹോദരങ്ങളുടെ ബോഡി മറവ് പോലും ചെയ്യുന്നില്ല, സംരക്ഷിക്കുന്നില്ല. ഇത്രയധികം കരണ്ടും വെള്ളവും വെളിച്ചവും എല്ലാം ഒരു രാജ്യത്ത് അല്ല കേക്ക്, ഒരു രാജ്യത്ത് ബന്ദികളുടെ മൃതദേഹം പോലും സൂക്ഷിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട് ഈ സോളിഡാരിറ്റി സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നേരത്തെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചല്ലോ. കാർഗിൽ പോരാടിയ നമ്മുടെ ധീരരായിട്ടുള്ള ഇന്ത്യൻ സൈനികർ, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? ഞാൻ കേട്ടതാണ്. കാശ്മീർ പണ്ഡിറ്റുകൾ
അവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? അവിടെയാണ് ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമല്ല, മതത്തിന്റെ പ്രശ്നമാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഒരു 20 മിനിറ്റ് നേരം മറ്റേ ഗുരുമൂർത്തി എന്ന പാനലിസ്റ്റ് ഇവിടെ സംസാരിച്ചല്ലോ. അത് ഏതൊക്കെ വഴിക്ക് പോയി, കാശ്മീരിൽ പോയി, അവിടെ പോയി, മലപ്പുറത്ത് വന്ന് ഇവിടെ പൂക്കോട്ടൂരൊക്കെ തിരിഞ്ഞു കളിച്ച് അല്ലേ, എന്തെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഖുർആന്റെ വിമർശനമാണ്. വിശുദ്ധ ഖുർആനിലെ ആളെ ജൂതനെയും ക്രിസ്ത്യനെയും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാലത്തേക്ക് ഞാൻ ആലോചിച്ച് നോക്കൂ. പിന്നെ അപ്പുറത്ത് ഒരു സ്ത്രീ ഇരിക്കണ്ടല്ലോ, ഖുർആനെ കുറിച്ചിട്ട് ഈ ഗുരുമൂർത്തിൻ്റെ അഭിപ്രായമാണോ നമ്മളെ ഡോക്ടർ നുസ്രത്ത് ജഹാൻ എന്ന് എനിക്ക് അറിയില്ല. കാരണം പിന്നെ ഖുർആനിലെ ഓരോ ആയത്തുകളും ഓരോ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ സന്ദർഭത്തിനാണ് അത് അനുയോജ്യം. കാരണം നമുക്കറിയല്ലോ, മക്കയിലായിരുന്നു പ്രവാചകൻ ജീവിച്ചത്. മക്കയിൽ പ്രവാചകനെ വേട്ടയാടി കൊല്ലാൻ ശ്രമിച്ചു, പല ഗുഹകളിൽ ഒളിച്ചു നിന്നു. പലപ്പോഴും മാലാഖ വഴി, ജിബ്രീൽ എന്ന മാലാഖ വഴി അള്ളാഹുവിനോട്, ദൈവത്തോട് മുഹമ്മദ് എന്ന പ്രവാചകൻ ചോദിക്കുമായിരുന്നു, എന്നെ ആക്രമിക്കുന്നു, എന്നെ വിടാതെ പിടിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ പറയുന്നു. അവിടെ പോയി ഒളിക്കുന്നു പറഞ്ഞു, ഇവിടെ പോയി ഒളിക്കുന്നു പറഞ്ഞു. നിക്കക്കല്ലില്ലാതെ അല്ല ഈ ഗുരുമൂർത്തി ഇത്ര പറഞ്ഞപ്പോൾ ഉണ്ടാവുത്തരുന്നല്ല നിങ്ങൾ. അപ്പൊ ഖുർആനെ കുറിച്ച് ഇങ്ങനെ ഒരു വിമർശനം വന്നാൽ എനിക്ക് പറയാനുള്ളത് എന്താ? ഞാനൊരു ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനാ. എനിക്ക് അതിന് മറുപടി വരാൻ അവസരം തരില്ലെങ്കിൽ അത് പ്രേക്ഷകരറിയും. എല്ലാ ഉമ്മാരി ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇവിടെ പലസ്തീന വിഷയം ഖുർആനാണ്ട് മാറ്റി വെക്കുന്നത് പറയണം ആ ഗുരുമൂർത്തിനോട്. അയാൾ ഇത്ര പറഞ്ഞ അവസ്ഥക്ക് നിങ്ങൾ എനിക്കതിന് മറുപടി തരാൻ നിങ്ങൾ ബാധ്യസ്ഥ അല്ല, സമയം തരാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് വേണം മൈക്ക് ഓഫ് ആക്കിയാൽ പോകാം. പക്ഷെ ഞാനത് പറയും, ഞാൻ വളരെ അല്ല ഗുരുമൂർത്തി പറഞ്ഞ ഈ കാര്യത്തിൽ മറുപടി കൊടുക്കേണ്ട ബാധ്യത തുടങ്ങിയത് ഞാൻ പറയേ എല്ലാത്തിനും. നിങ്ങളിപ്പോ അവതാരകനടക്കം നിങ്ങൾ 3 ആളും 4 പേര് ഞാൻ ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ ഈ ഖുർആനെ കുറിച്ച് ഇയാളെ പറഞ്ഞ കാര്യം വളരെ വേഗത്തിൽ 2 മിനിറ്റോടെ ഞാൻ മറുപടി പറയട്ടെ, അതൊന്നും നിങ്ങൾ കേൾക്കൂ. ഞാൻ പറഞ്ഞല്ലോ, മക്കത്ത് നിന്ന് നിക്കക്കല്ലില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ മദീനയിലേക്ക് രക്ഷപ്പെടാൻ പറഞ്ഞു, ഹിജറ പോകാൻ പറഞ്ഞു. ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ഇങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് മദീനയിൽ വെച്ച് പിന്നെ 1000 പേരടങ്ങും 10,000 പേരടങ്ങുന്ന ഒരു സേന മുഹമ്മദിനെ കൊല്ലാനായി വരുന്നു. അതാണ് യുദ്ധം, ബദർ യുദ്ധം. ആ ഘട്ടത്തിലാണ് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നത്, എന്ത് ചെയ്യാം, എനിക്ക് ഇനി രക്ഷയില്ല, ഇനി ഒളിക്കാൻ സ്ഥലമില്ല, 10,000 പേര് ഇതാ വരുന്നു. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്യണത്? അതുവരെ രക്ഷപ്പെടാൻ പറഞ്ഞ ദൈവം, ശരി നിന്റെ കയ്യിൽ എത്ര പേരുണ്ട് ചോദിച്ചു. ചുരുങ്ങിയത് 1000 പേര് വരുന്ന, 10,000 അപ്പുറത്ത്. ശരി, ആ 1000മായി 10,000-നെ നേരിടുക. അതാണ് ബദർ യുദ്ധം. ആ ഘട്ടത്തിൽ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ല, യുദ്ധത്തിൽ എന്തൊക്കെയാണ് സമീപനിരിക്കേണ്ടത് എന്നത് ചോദിച്ചപ്പോൾ ഖുർആനിലെ ഓരോ ആയത്തായിട്ട് ഇറങ്ങി. സ്ത്രീകളെ ഒന്നും ചെയ്യാൻ പാടില്ല, കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല. ഖുർആൻ മുഹമ്മദിനെയും ശത്രുക്കളെയും വിശ്വാസികളും അവിശ്വാസികളും എന്ന രീതിയിലാണ് വിളിച്ചത്. അവിടെ ഹിന്ദുക്കളൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ സൗദി അറേബ്യയിൽ അവിടെ ഇസ്ലാം സ്വീകരിച്ചവരെ വിശ്വാസികളായിട്ടും സ്വീകരിക്കാത്ത ഖുറൈശി പടയെ അവിശ്വാസികൾ എന്ന് വിളിച്ചു. എല്ലാ ക്രിസ്ത്യാനികൾ ജൂതകളൊന്നല്ല. എന്നിട്ട് യുദ്ധ നിയമം എന്താണ്? ആദ്യം അരന്റെ കീപ്പെട്ട് വെട്ടണം. അവിശ്വാസികളെ കണ്ടാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ആ അവിശ്വാസികൾ ഖുറൈശി കൂട്ടമാണ്, അറബികളാണ്, റസൂലിനെ കൊല്ലാൻ വന്നവരാണ്. അതെടുത്തിട്ട് ആ അവിശ്വാസികൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് എത്ര കാലമായി ഈ ഗുരുമൂർത്തി ഈ പച്ച തോന്നിവാസം വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടെ അവസാനിപ്പിക്കുക. പിന്നെ എന്താണ് പലസ്തീൻ മറ്റുള്ള കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്താ അത്ര സംശയം? പിറന്ന മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ മുസൽമാനല്ല, പിറന്ന മണ്ണിനെ സ്നേഹിക്കാത്തവൻ എന്റെ കുലത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞത്. കാർഗിൽ പോരാളികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സംഗമം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചതായി എൻ്റെ അറിവിലില്ല. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, ഞാൻ ഇത്ര സമയം ഷാഫി ചാലിയത്തെ കേട്ടിരുന്നത് ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇടപെടരുത്, ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇറങ്ങിപ്പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഇത്രയും സമയം. എന്തിന് അദ്ദേഹത്തിന് ഇത്ര സമയം കൊടുത്തു എന്നൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്കും സംശയമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച ഞങ്ങൾ നേരത്തെ ക്ഷണിച്ച ഒരു അതിഥിയോട് മാറി നിൽക്കാൻ പോലും പറയേണ്ടി വന്നു. ഷാഫി ചാലിയം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്ത് മനസ്സിലാക്കുന്നു അതിൽ നിന്ന് ഡോക്ടർ നുസ്രത്ത് ജഹാൻ? അദ്ദേഹം എന്നോട് ചോദിച്ചല്ലോ, അപ്പുറത്ത് ഒരു മുസ്ലിം സ്ത്രീ ഇരിക്കേണ്ടേ. ഓക്കെ, ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിം തന്നെയാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്,
അദ്ദേഹത്തോട് ഇപ്പൊ ഈ ജൂതന്മാര് നശിച്ച വർഗാണ്, മറ്റേതാ മറിച്ചേതാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ രാവിലെ ചെല്ലുന്ന ഒരു ദുആല് പെട്ട ഒരു കാര്യമുണ്ട്. അൽബക്കറ എന്ന് പറഞ്ഞ ദക്കാവുന്ന സൂറത്തിന്റെ പേര്. രണ്ടാമത്തെ ആയത്തിൽ 246 പിന്നെ ഒരായത്തുണ്ട്. അതിൽ പറയണ എന്താ അറിയോ? അലന്തറ ഇല്ലൽ മലായിൻ ബനി ഇസ്രായേൽ മിൻ ബൈനി മൂസ ഇദ് ഖാല നബിയഹു അബ്സ്ലനാ മലിക്കിൻ നുഖാതിലു ഫീ സബീലില്ലാഹി വഖദ് അറജ്നാ മിൻ ദിയാരിന വബിനായിന ഫലമ്മാ കുതിബ ലൈ ഖിതാലു തൗലു ഇല്ലാ ഖലീലു മിൻഹു വല്ലാഹു ലിനിമീൻ. അതെന്താ വെച്ചാൽ ഇസ്രായേൽ മൂസക്ക് ശേഷം പിന്നെ ഇസ്രായേൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ സെന്റൻസ്. അല്ലയോ ദൈവമേ, അള്ളാഹുവേ, നീ ഇസ്രായേലിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീ ഒരാളെ അയച്ചു തരില്ലേ? ഞങ്ങൾക്ക് നാടില്ല, ഞങ്ങളെ കുട്ടികൾ ഓടിക്കൊണ്ട് നടക്കുന്നു രാജ്യം വിട്ട്, ഞങ്ങൾക്ക് രാജ്യമില്ല, കിടക്കാൻ കിടപ്പാടല്ല, ഞങ്ങൾക്കൊരു രാജാവിനെ അയച്ചു തരില്ലേ? ഞങ്ങൾക്ക് ഇത് വേണ്ടേന്നുള്ള ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണെന്നുള്ള ഷാഫി ചാലിയത്തിനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 70 തവണ യാ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ, അല്ലാതെ യാ ബനി കേരളമേ, യാ ബനി ഇന്ത്യയെ, യാ ബനി ഹമാസെ എന്ന് ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ വാചകം യാ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ എന്നും അവരോട് വിളിച്ചാണ് ദൈവത്തിന്റെ ഇപ്പൊ ഇവര് പ്രാർത്ഥനയിൽ ഉണ്ടാവുന്നത്. അത് നമ്മൾ ദിവസം ഇവരിപ്പോ ഈ റമളാൻ മാസം ഇവര് പോയിട്ട് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന രാത്രി 11 മണി വരെ നിന്നു. റംലാന്റെ അവസാനത്തെ 10 പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫ് ഇരിക്കുക, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥനകളിൽ മുഴുങ്ങിയിരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാതെ ഏതോ ഭീകരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഒരു ഭീകരത ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, ബദർ യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലം ശരിയാണ്. പ്രോഫറ്റ് ഇങ്ങോട്ട് ആക്രമിച്ചപ്പോ മാത്രമേ അങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പൊ എവിടെ വെച്ച് ഈ ഇസ്ലാമിനെ ഇവർ മാറ്റി എഴുതി എന്നുള്ള 354 വർഷങ്ങൾക്ക് ശേഷം, പ്രവാചകന് ശേഷം എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളിലാണ് ഇന്ന് മുസ്ലിം ലീഗും മലപ്പുറവും മലബാറും ഒക്കെ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ഹമാസിനെ ആരാധിച്ച സോളിഡാരിറ്റി വെൽഫെയർ പാർട്ടി ഇങ്ങനെ കണ്ട എല്ലാരും, ജമാഅത്ത് ഇസ്ലാമി, പിന്നെന്താണ് ബ്രദർഹുഡ്, ഇപ്പൊ ഖത്തറല്ലേ ഇവർക്ക് അഭയം കൊടുത്ത രാജ്യം ഹമാസിന്, കണ്ടില്ലേ? അതാരാ? ബ്രദർഹുഡ്. ആ ബ്രദർഹുഡ് അല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇന്ത്യയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുള്ള ബംഗ്ലാദേശിലേക്കുള്ളത് ഈ ബ്രദർഹുഡ് അല്ലേ ഫണ്ട് ചെയ്യണേ? ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി എങ്ങനെയാ ഓടുന്നത്? എത്ര ട്രസ്റ്റുകൾ ഇവിടെ, എത്ര ട്രസ്റ്റുകൾ ഇന്ത്യയിൽ നിരോധിച്ചെന്നറിയോ? മുസ്ലിം ട്രസ്റ്റുകൾ എന്ന് പറയുന്നത് ഏതാ അറിയോ? ഇപ്പൊ AP അബൂബക്കർ മുസ്ലിയാരെ ട്രസ്റ്റ് പിന്നെ അത് ബാൻ ചെയ്തത് ഇതാക്കി, ആക്ടിവേറ്റ് ആക്കി. കാരണം എന്താണ്? അവർക്ക് ഭീകര ഫണ്ടല്ല വരുന്നത്, ആരെയോ ധർമ്മം കൊടുക്കുന്ന ഫണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചയച്ചാൽ ജോലി ചെയ്യണ ഉദ്യോഗസ്ഥന്മാരായ AP-ന്റെ കുട്ടികളെ ശമ്പളത്തിന്റെ ഒരു ഭാഗം സംഘടനക്ക് അയക്കുന്ന. ഇതെന്താണ്? ബ്രദർഹുഡിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും ഒക്കെ ഫണ്ടുകൾ കണക്റ്റഡ് ആയി പോയത്. കാരണം ഞാൻ എന്റെ പാർട്ടിന്റെ പ്രസിഡന്റ് ട്രസ്റ്റിന്റെ അധികാരത്തിലെ പോർട്ട്ഫോളിയോ ഉള്ള ആളാ. അപ്പൊ നമുക്കറിയാൻ പറ്റൂ ഏതെല്ലാം ട്രസ്റ്റുകൾ ഇന്ന് ഇന്ത്യയിലുള്ള മൊത്തം മുസ്ലിം സമുദായത്തിന് പിന്നെ ഭീഷണിയാണ് ഇവരെല്ലാം. കാരണം അത്രയധികം ഫണ്ടുകൾ ഒഴുകുന്നു. ഈ ഫണ്ട് തിരിച്ചെങ്ങോട്ടാ പോകുന്നത്? ഇവരെ ട്രസ്റ്റുകൾ വന്നിട്ട് ഇവര് കോളേജിനാണോ സ്കൂളിനാണോ അല്ലെങ്കിൽ പിന്നെ വല്ല ആൾക്കാർക്ക് മാത്രമാണോ, ഇതിന് അസുഖം വന്നവർക്ക് മാത്രമാണോ ഈ ഫണ്ടുകൾ തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്? അല്ല, ഭീകര പ്രവർത്തനങ്ങൾക്ക് പോയി ഇവർക്കുള്ള കറക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എത്രയോ ട്രസ്റ്റുകളെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇതിൽ ഈ TV-യിലൊന്നും വിട്ടാൽ അത് മതിയാവില്ല നമുക്ക്. അപ്പൊ ഇത്രയും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അവിടെ. അപ്പൊ ഇസ്ലാമില് ഈ പറയുന്ന ഇവരിപ്പോ ഇന്നലെ രാത്രി 11 മണി വരെ കേരളത്തിലെ മൊത്തം മുസ്ലിംകൾ ഇരുന്ന് മേലോട്ട് കൈവച്ച് പിന്നെ റമളാൻ മാസം ഇപ്പൊ മലബാറിലെ ആ കടലിന്റെ കടപ്പുറത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കണേ. ഇത് ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയും മുസ്ലിമും ഒക്കെ ഉണ്ടായ കാലം തൊട്ട് ജൂതന്മാർക്കെതിരെ പ്രാർത്ഥിക്കവര്. പണ്ടാരം പോണേ, തീർന്നു പോണേ, ഇസ്രായേല് തീർന്നു പോണേ, ആ രാജ്യം നശിച്ചു പോണേ ആളുടെ. ഈ ഇസ്രായേലിന്റെ ഉണ്ടാക്കിയ ഫോണും സാധനവും പാൽപ്പൊടിയും മറ്റേതും മറിച്ചും വെച്ചിട്ടാണ് ഇവര് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ അംബാനിനെയും മോദിനെയും ജിയോ വെച്ചിട്ട് ചീത്ത പറയണ പോലെയാണ് ഇപ്പൊ പറയണത്. ജൂതന്മാരെ ഉണ്ടാക്കിയ ഒരു സാധനമല്ല ലോകത്തെല്ലാം എന്നുള്ളത് ഇവർക്കറിയാം. ഇപ്പൊ ദുബായ് ജൂതനെ സ്വീകരിച്ചു, സൗദി അറേബ്യ ജൂതനെ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അവരൊക്കെ ഇപ്പൊ ശരിക്കുള്ള സൂഫിസത്തിലേക്ക് ഇസ്ലാമിന്റെ ശരിയായ ഭാഗങ്ങൾ പഠിച്ചു. കാരണം ഇവരെ ആക്രമിക്കപ്പെടേണ്ടവരല്ല, ഇവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ജനതയാണെന്നുള്ള അവർക്ക് മനസ്സിലാവുന്നോണ്ടാ.
അല്ലാതെ പാലസ്തീനെതിരെ ഇല്ല. പാലസ്തീനെതിരെ പിന്നെ ഒരു ഇന്ത്യക്കാരനും പറഞ്ഞിട്ടില്ല, നമ്മളും ആരും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഭാരതം സംസാരിക്കുന്ന അതേ സംഗതി തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ചുട്ടുകരിച്ചപ്പോ പറഞ്ഞേ. അപ്പൊ എന്താ ഒരു പ്രാർത്ഥന കേരളത്തിൽ നടക്കാണ്ടിരുന്നത്? ഒരു മെഴുകുതിരി എന്താ കത്തിക്കാണ്ടിരുന്നത്? കാശ്മീർ പണ്ഡിറ്റുകളെ ഇവരെ അറിയേയില്ല. കേരളത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനം മറുപടിയില്ലല്ലോ. മറുപടിയില്ല. വിവേക് അഗ്നിഹോത്രി ഒരു ഫിലിം കാർഗിൽ പോരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹം ഉള്ളിൽ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചില്ല കോഴിക്കോട് കടപ്പുറത്ത്. അതിന് ഉത്തരവില്ല, അദ്ദേഹം പോവുകയും ചെയ്തു. അഫ്സൽ ഗുരുവിനെ പറ്റിയിട്ട് പിന്നെ പുസ്തകം എഴുതിയ അരുന്ധതി റോയിനെ അവര് ആരാധിച്ചു കോൺഗ്രസ്സുകാര്, രാഹുൽ ഗാന്ധി അടക്കം. ഇന്നലെ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലതിന് എതിരായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മായാണ് പറഞ്ഞ് സോളിഡാരിറ്റിന്റെ ഒരു സ്ത്രീയാണ് പ്രസംഗിച്ചത്. മലബാറിൽ തന്നെയാണ് ഈ പ്രസംഗം നടത്തിയത്. രാജ്യത്തെ ആക്രമിച്ച ഒരു പിന്നെ എതിരാളിനെ തൂക്കിക്കൊന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന പാർട്ടിയാണ് ഈ വെൽഫെയറും സോളിഡാരിറ്റിയും എല്ലാം. അവരെ സപ്പോർട്ട് ചെയ്യാൻ പൊളിറ്റിക്കൽ പാർട്ടി എന്ന പോലെ മുസ്ലിം ലീഗ് എങ്ങനെ നിൽക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് ഞാൻ ഷാഫി ചാലിയത്തോട് ചോദിച്ചതും അതാണ്. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിക്കൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചുകൂടാ? അതിന് മറുപടി ഇല്ലല്ലോ. നുസ്രത് ജഹാൻ, ഞാൻ വരാം. ഒരു മിനിറ്റ്. രാധാകൃഷ്ണ മേനോൻ കുറേ സമയമായി അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹത്തിലേക്ക് എത്താൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ ഒരു വലിയ സമൂഹം തയ്യാറാകുന്നു. ഇത് ആശങ്ക ഉളവാക്കുന്നതല്ലേ? അതിന് ഇപ്പം നേരത്തെ ഷാഫി ചാലിയൻ പറഞ്ഞത് എന്താ? കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടില്ല ഈ സംഘടനയെ, ഇതിൻ്റെ പ്രവർത്തനത്തെ. മാത്രമല്ല ഇതിനെ ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞിട്ടും ഇല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് പിന്തുണച്ചൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ഒരു ചുരുക്കം. അതാണ്. അല്ല, എല്ലാവരും ഇതിനകത്ത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതികമായ ന്യായീകരണം ഒരു ഭാഗത്ത് ചില ആളുകൾ നടത്തുമ്പോൾ അതൊക്കെ കൃത്യമായി നാം സമൂഹം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി. ഇപ്പൊ ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സിഗരറ്റ് ബോംബുകളിലൂടെ മലപ്പുറം ജില്ലയിൽ തിയേറ്ററുകൾ കത്തിച്ചു. പൈപ്പ് ബോംബുകളിലൂടെ അക്രമം നടത്താൻ വേണ്ടി തയ്യാറെടുത്തു. അതെങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്ന് പല ഭാഗത്തും പല സംഭവങ്ങളും ഈ നാട്ടിലും. ആഗോള ഭീകരതയുടെ ഭാഗമായി ഒരു സെപ്റ്റംബർ മാസം 11-ാം തീയതി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു. അതിന്റെ തകർച്ച, ആ തകർച്ചയെ അതിൽ നേതൃത്വം കൊടുത്തവർ. അതേപോലെ താജ് ഹോട്ടലിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ വന്ന് ആക്രമണം നടത്തി. അവര് ചില പ്രത്യേക ടാർഗറ്റ് കൊണ്ടുവന്നു, അക്രമമുണ്ടായി. ഇങ്ങനെ ഈ നാട്ടിലുടനീളം നിരന്തരമായി ഉണ്ടാവുന്ന അക്രമങ്ങൾ, ഈ അക്രമങ്ങളൊക്കെ എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കും. ഈ അക്രമകാരികൾ അല്ലെങ്കിൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന, ഇപ്പോൾ നാട്ടില് ചില പരിശീലനം നടക്കുന്നു, പട്ടിയെ വെട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുന്നു. ഇതൊക്കെ സംഘടിപ്പിക്കുന്നവരാണ്. ഇപ്പൊ കേരളക്കരയിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പല ഭാഗത്ത് ഈ തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ്. ഇത് അതേസമയം തന്നെ ഇങ്ങനത്തെ വിഷയം വരുമ്പോൾ ഈ കടപ്പുറത്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അപ്പൊ ഇതിനകത്ത് പെടാത്ത ചില ആളുകളും പ്രാർത്ഥനയിൽ പോയിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷേ ഈ വക ഒരു കൃത്യമായ ഇന്റൻഷനിലൂടെ ഇതിനെയല്ല. ഇപ്പൊ നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഖുറാനിലെ ചില വാചകങ്ങളെ കുറിച്ചിട്ട് തെറ്റിദ്ധാരണ വരുത്തുന്നതായിട്ട് പറയും. ഇപ്പൊ ഖുറാനിലെ വാചകങ്ങളെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോടുകൂടി ചില ആളുകൾ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താ? ഈ തരം ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇട നൽകുന്ന തരത്തിലുള്ള പശ്ചാത്തലം ഒരുക്കലും അതിന്റെ തുടർച്ചയായി നടക്കുന്ന ഈ പ്രാർത്ഥനയുമെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത്, ഭാരതത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒക്കെ ഇങ്ങനെ ആസൂത്രിതമായി കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഇന്റൻഷൻ പരിശോധിക്കുമ്പോൾ അവിടെയാണ് ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക
നിയമത്തിന്റെ ന്യായീകരണമോ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നോ ഒന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇത്തരം വിഷയങ്ങളെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം, ആ തീവ്രവാദികളെ വളരെ ഉന്നതരായി കാണാനോ അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കാനോ പരിലാളിക്കാനോ ഇടയാക്കുന്ന തരത്തിലുള്ള ചില ന്യായീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറെ അർബൻ നക്സലുകൾ, ആ നിലയിലുള്ള പ്രവർത്തനം. അപ്പൊ ഇതെല്ലാം നാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ അപകടം നാം തിരിച്ചറിയുന്നത്. ഇന്നിപ്പോ ഈ വാർത്തയുടെ കൂടെ തന്നെ ഇപ്പോ ജനം ടി വി എഴുതി കാണിക്കുന്നുണ്ട് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇഫ്താറിനെ കുറിച്ച്. ഞാൻ ഇഫ്താറിനെ നടത്താൻ ആർക്കാ ഇതിന്? പക്ഷെ അത് ക്ഷേത്രത്തിലാണ് നടത്തുന്നത്. അപ്പൊ ഇത് ആരാ സംഘടിപ്പിക്കുന്നത്? എന്താ ഇന്റൻഷൻ? അവിടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ, കാരണം ക്ഷേത്ര സങ്കല്പം എന്താ, ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ രീതി എന്താ, ക്ഷേത്രത്തിന്റെ ആരാധനാക്രമം എന്താ. ഇപ്പൊ പള്ളി നടക്കുന്നതും അല്ലെങ്കിൽ ഇതര സമുദായത്തിന്റെ ആരാധനാലയങ്ങളെയും ക്ഷേത്രത്തെയും തമ്മിൽ ആ തരത്തിലൊന്നും താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല. കാരണം ഏതൊരു ഓഡിറ്റോറിയം അല്ല ഒരു ഹാള്, ആ ഹാളിൽ മുസ്ലിം സമാജത്തിന് പ്രാർത്ഥിക്കാൻ ഒരു തടസ്സവുമില്ല, അതവര് പള്ളിയാക്കി മാറ്റും. അപ്പൊ അവര് ആ രീതിയിലല്ല ക്ഷേത്രം നിർമ്മിക്കുന്നത്, ക്ഷേത്രത്തിന്റെ പാവനതയെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യം ചെയ്യാൻ ഇതിന് ആരും മുസ്ലിമിനെതിരൊന്നുമല്ല. മുസ്ലിമിന് വേണ്ടിയിട്ട് ഇഫ്താർ നടത്തുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഇഫ്താർ നടത്തുന്നതിന് ആരാ എതിര്? അപ്പൊ ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന അർബൻ നക്സലുകളും അന്താരാഷ്ട്ര ഭീകരവാദികളും എല്ലാം നടത്തുന്ന ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ചില ചരടുകൾ, ചില പോയിന്റുകൾ ഈ നാട്ടിൽ കൃത്യമായി വർക്ക് ചെയ്യുകയും ആ പ്രവർത്തനത്തിന്റെ തുടർച്ചയായി ഈ തരം പ്രാർത്ഥനയും പരിപാടിയും നടക്കുകയും ചെയ്യുമ്പോൾ അത് ആശങ്കാജനകമാണ്, സംശയമൊന്നുമില്ല. അതിലെ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടി പോകാൻ പാടില്ലായിരുന്നു. അവർ രാഷ്ട്രീയമല്ലേ പറയും. അപ്പൊ അവര് ആ രാഷ്ട്രീയത്തിന് അതീതമായി അത്തരം പരിപാടികളിൽ പോകുമ്പോ അത് സമൂഹത്തിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സംശയമെന്താ? മനസ്സിലായി. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അതായത് ജനാധിപത്യ സംവിധാനങ്ങൾ, അതിന്റെ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ നിന്ന് മറ്റേ പറ്റുപുസ്തകം ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതിങ്ങനെ പൊക്കി കാണിക്കുന്ന പാർട്ടിയുടെ മുതലാളി, ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്നത് എന്താണ്? അത് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് എന്നും കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്നത്. രണ്ട്, എന്നെ ആകെ കൂടി വിളിക്കുന്ന ചാനല് അതിപ്പോ ജനം ടി വിയാണ്. ആ ജനം ടി വിയിൽ ഇനിയിപ്പോ മുസ്ലിം ലീഗുകാരും കൂടി വന്ന് എന്നെയും കൂടി ഇതേപോലെ വരരുത് എന്ന് കൂടി പറഞ്ഞു കഴിയുമ്പോൾ ഇത് അവരുടെ ഒരു എന്താ പറയാ ചർച്ചയിൽ പങ്കെടുക്കൽ ജിഹാദാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം നമ്മളെപ്പോലുള്ള ആളുകളോട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നു, അത് വെച്ചുകൊണ്ട് ഇത് തടയുന്നു. ഇതാണ് അവിടെ കാണുന്നത്. സത്യത്തിൽ ഇത് ശരിയല്ല എന്നുള്ളതാണ് ചർച്ച ജിഹാദ്. അതാണ് ഇനി ഇത് നമ്മൾ പുറത്തുനിന്ന് കേട്ടു, പറയാനുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് നമ്മൾ കേട്ടിരുന്നു. എന്തുമാത്രം നുണയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ മദ്രസ ജീവികളെ പറ്റിക്കാൻ അത് ധാരാളമാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. മദ്രസ ജീവികളെ പറ്റിച്ച് ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന് മുസ്ലിം ലീഗ് എന്ന് പേരിട്ടിട്ട് എന്നിട്ട് നാട്ടുകാരെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ട് പിടിക്കുന്നതിന്റെ പേരിൽ. ഇതിവിടെ നടക്കുന്നു. അപ്പോ അത് വരുമ്പോ അതിന് മറുപടി വരുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോ അവരെ ചർച്ചയിൽ നിന്നും തടയാനും കൂടി അവർ മുന്നോട്ട് വരികയാണ്. എന്നിട്ട് അവർ പറയുന്നത്, അവർ സ്വയം വിളിക്കുന്നത് അവരാണ് വിമൽകുമാർ, നമ്മളുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷകർ എന്നാണ് ഇപ്പൊ അവർ സ്വയം വിളിക്കുന്നത്. ഇതിൽ പരം നാണക്കേടും ഈ ഇരട്ടത്താപ്പും ഈ ജിഹാദി തരവും വേറെ എന്താ ഉള്ളതെന്നാണ് നമ്മൾ ചോദിച്ചത്. മുന്നേ ഒരു ചർച്ചയിൽ ഇദ്ദേഹത്തെ നമ്മൾ പച്ചയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഒരു ജിഹാദി തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും തെളിയാണ്. ജനാധിപത്യ സംവിധാനങ്ങളുടെ തങ്ങളുടെ മതപരമായിട്ടുള്ള സാധനങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതിനെ ചവിട്ടുപടിയാക്കുകയാണ് ചെയ്യുന്നത്. അത് അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി ഇത് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം നുണയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം, ഈ മുസ്ലിം ലീഗ് മാത്രമല്ല, ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ഈ ഹമാസിന്റെ നേതാക്കളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്താണ്? ഒരേ ഒരു കാരണം, അത് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അതൊരു തീവ്രവാദ സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച് ഒരു നിലപാടെടുക്കുന്നതിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ആദ്യമേ അഡ്രസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ഇതെന്നോ നമ്മൾ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു അനിൽ നമ്പ്യാരുമായിട്ട് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന അന്ന് മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ്. 2023 മുതൽ ഇത് തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം സംഭവിക്കും?
സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞത്, കൂടുതൽ മുസ്ലിങ്ങൾ തീവ്രവാദികളായിട്ട് മാറും, കൂടുതൽ മുസ്ലിങ്ങൾക്ക് തീവ്രവാദ പ്രവർത്തനത്തിന്റെ രുചി അറിയാൻ കഴിയും, കൂടുതൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ അത്തരം റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവർ പതിയെ പതിയെ ഇത് നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതൊന്നും ഇത്ര വലിയ സംഭവമല്ല. ഇനി ഇതിനെതിരെ പറയുന്ന ആളുകൾ മുഴുവൻ മറ്റ് ചാപ്പകൾ, സംഘിച്ചാപ്പ അതല്ലെങ്കിൽ മറ്റു പല ചാപ്പകളും കൊടുത്തുകൊണ്ട്, മറ്റ് പല ചാപ്പയൊന്നുമില്ല, സംഘിച്ചാപ്പ മാത്രമേ ഉള്ളൂ, അത് കൊടുത്തുകൊണ്ട് അവരെ ഒതുക്കുന്നു. അങ്ങനെ ഒതുക്കി ഈ വിഷയത്തെ എതിർ പറയുന്ന ആളുകളെയും നിശബ്ദരാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്? അത് ഈ മത തീവ്രവാദികൾ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികൾ. അവരുടെ ലക്ഷ്യം അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത വെറും മദ്രസ ജീവികളായിട്ടുള്ള ആളുകളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് തടയണമെങ്കിൽ എന്താ വഴി? ഈ തരം സംഘടനകളെ നമ്മൾ കൃത്യമായിട്ട് അവിടെ വരച്ചിടണം. ഇത് തീവ്രവാദ സംഘടനയാണ്. ഏതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ ചെയ്തതുപോലെ നമ്മൾ അന്നും പറയുന്നത് അത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്തുകൊണ്ട് നന്നായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അത് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അവരുടെ ആക്ടിവിറ്റീസ് അത് എത്ര മുന്തിയ സാധനമാണെങ്കിലും അവര്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, അതായത് അവരിടുന്ന പേരുകൾ എന്താണ്? വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ എന്താണ് ഐഡിയൽ സോളിഡാരിറ്റി, ഐഡിയൽ വേൾഡ്, അങ്ങനെ അങ്ങനെ ഈ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇട്ട് കഴിയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തോ വളരെ സ്വച്ഛ ശാന്ത സുന്ദരമായ എന്തോ സാധനമാണെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ മത തീവ്രതയും മത രാഷ്ട്രവാദമാണ് ഒളിപ്പിച്ചു കിടത്തുന്നത്. അപ്പോ ആ ഒരു സംഗതി അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ഇതിന്റെ എല്ലാം കാരണക്കാരായിട്ടുള്ള ആ സംഘടനയെ ഒറ്റയടിക്ക് ബാൻ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലേ അന്ന് അവിടെ സംഭവിച്ചത്. അതിന്റെ ഗുണം നമ്മൾ തൊട്ടറിയുന്ന ആളുകളല്ലേ. എന്തുകൊണ്ട് അത്തരം ഒരു കാര്യം ഈ ഹമാസിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ല? ഇതാണ് നമ്മൾ അന്നും ചോദിക്കുന്നത്. ഇവിടെ ഷാഫി ചാലി പറഞ്ഞ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്തതിന്റെ പേരിലാണല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു PhD കാരിയായ ഒരു ഇന്ത്യൻ സ്വദേശിയായിട്ടുള്ള ഒരാളെ അവിടെ നാട് കടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അവര് നാട് വിട്ട് സ്വയം ഓടേണ്ടി വന്നത് എന്തിനാണ്? ഈ പറയുന്ന ഹമാസിനെ പിന്തുണച്ചു എന്നതിന്റെ പേരിലാണ്. അപ്പോ അവിടെ US അത് പ്രോസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടെറർ ഓർഗനൈസേഷൻ ആണ് ഹമാസ്. കാനഡയിൽ അങ്ങനെയാണ്, അതുകൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്, UK അങ്ങനെയാണ്, ഓസ്ട്രേലിയയിൽ അങ്ങനെയാണ്, ജപ്പാനിൽ അങ്ങനെയാണ്, പല രാജ്യങ്ങളും അത് ചെയ്തു വെച്ചിരിക്കുന്നു. ഇനി ഇവിടെ പറയുന്നത് അവിടെ ഇനിയിപ്പോ ആരും തന്നെ തീവ്രവാദ സംഘടനയായിട്ട് പറഞ്ഞിട്ടില്ല എന്നും കൂട്ടാ. എന്നാലും അവർ ചെയ്യുന്ന ആക്ടിവിറ്റി വെച്ചിട്ട് അത് തീവ്രവാദ സംഘടനയാണോ അല്ലയോ അല്ലെങ്കിൽ തീവ്രവാദമാണോ അല്ലയോ വ്യാജ വീഡിയോകളാണെന്നാണല്ലോ ഷാഫി ചാലിയത്തിന്റെ വാദം. അതെ, അദ്ദേഹം പറഞ്ഞു എല്ലാം വ്യാജ വീഡിയോ ആണെന്ന്. തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. അതുപോലെ പല സംഗതികളും പറഞ്ഞിട്ട് UN അടുത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് ആൾ ഇവിടെ വെച്ച് വിളമ്പ് കാച്ചിപ്പോയത്. എനിക്ക് അദ്ദേഹത്തോടും കൂടി ചേർത്ത് പറയാനുള്ളത്, തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയ ആളുകൾ തിരിച്ചു വന്നതിന് ശേഷം അവർ നേരിട്ട് UN അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വേദികളിലും ചെന്ന് അവർ കാര്യങ്ങൾ പറയുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നത്. രണ്ട്, അതല്ലാതെ തന്നെ അതിന് മുന്നേ ഉള്ള മെഡിക്കൽ സഹായം കൊടുത്തു. മാത്രമല്ല വരുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് പറയുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോസഫ് മാഷ് കൈയും കാലും വെട്ടിയെടുത്തതിന് ശേഷം ചോര കൊടുത്തു എന്ന് പറയുന്നതിന് അത്രയേ ഉള്ളൂ അതിന്റെയൊക്കെ വാല്യൂ. ഇത് തീവ്രവാദികൾ പറയുമ്പോൾ ഇത് ഏറ്റെടുക്കുന്ന ആളുകളായിട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗ് വരുമ്പോൾ ഈ മുസ്ലിം ലീഗും ഈ തീവ്രവാദ സംഘടനകളും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടന തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇനി ഇവര് പറഞ്ഞല്ലോ നേരിട്ട് കണ്ടറിഞ്ഞ്, ഞാനും നേരിട്ട് കണ്ടറിഞ്ഞ ആളാണ്. ഈ പറയുന്ന ഇസ്രായേലിൽ ഞാൻ പോയിട്ടുള്ളതാണ്. ഈ കിബിറ്റ്സുകളിൽ അവിടെ ഈ ഹമാസ് തീവ്രവാദികൾ വന്ന് ആക്രമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് നേരിട്ട് സംസാരിച്ച ആളാണ് ഞാൻ. അവർ നേരിട്ട് നമ്മളോട് പറഞ്ഞ വീഡിയോ ഇപ്പോഴും എന്റെ ചാനലിൽ കിടപ്പുണ്ട്. എന്താ അവർ പറഞ്ഞത്? ആ ആക്രമിക്കാൻ വന്ന കൂട്ടത്തിൽ ഈ തീവ്രവാദികളോടൊപ്പം കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. അവരായിരുന്നു അവർക്ക് പശ്ചാത്തല സൗകര്യവും പിൻബലവും കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇവർ കൊള്ള മുതൽ അവിടുന്ന് പിടിച്ചുകൊണ്ട് വരും, പെൺകുട്ടികളെ കെട്ടിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് ഈ ഒരു വീട്ടിൽ കൊണ്ട് കിബുട്സ് നിറോസ് എന്ന് പറയുന്ന ആ കിബുട്സിൽ ഇവരുടെ വീട്ടിൽ സബിതയും അതുപോലെ മീരയും ജീവിച്ചിരുന്ന ആ കിബിറ്റ്സിൽ കൊണ്ടുവന്ന് ഇടുമ്പോ ആ സ്ഥലത്ത് അവിടെ കുട്ടികൾ വരുന്നു, അവിടെ സ്ത്രീകൾ വരുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, അവർ ഒച്ചയും പാട്ടും കേൾക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയും ഇവർ കേട്ടത് എന്താണ്? ആർപ്പ് വിളികള്, സന്തോഷം, അള്ളാഹു അക്ബർ വിളി. ആരാ വിളിക്കുന്നത്? അവിടുത്തെ കുട്ടികള്, അവിടുത്തെ സ്ത്രീകള്. ഇത് അവിടെ സംഭവിച്ച കാര്യമല്ലേ? ഇത് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളല്ലേ? അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ അവരെടുക്കില്ല, അവർ പറയണ മാത്രം എടുക്കാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി. അടുത്ത വെള്ളിയാഴ്ച വരുന്നുണ്ടല്ലോ, അന്ന് പോയി പറഞ്ഞോട്ടെ. അല്ലാതെ ഇതുപോലുള്ള
സംഗതികളൊന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാമെന്ന ആ തെറ്റിദ്ധാരണ ഷാഫി ജാലിയനത്തിന് ഉണ്ടെങ്കിൽ അത് മടക്കി 10 മടക്കി കൈവച്ചാൽ മതി. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ തിരിച്ച് മറുപടി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് നമ്മളെ പോലുള്ള ആളുകൾ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അയാളുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ആരിഫ് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അല്ലാതെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള ഉറപ്പ് ഒരു സാധനത്തിന് പോലും ഇല്ല എന്നും കൂടി നിങ്ങളോട് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഷാഫി ജാലിയത്തിനൊക്കെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ പറഞ്ഞു വെക്കുന്ന ഈ ഹമാസ് തീവ്രവാദികള് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേർക്ക് നേരെ വന്നിരുന്ന് നമ്മളോട് സംസാരിക്കും. എന്താണ് അവർ ചെയ്ത തീവ്രവാദ പ്രവർത്തനം എന്ന് അതിന്റെ തെളിവുകൾ വെച്ച് നമ്മൾ പറഞ്ഞുതരും. ഇനി എല്ലാം പോട്ടെ, ഇനിയിപ്പോ തീവ്രവാദ പ്രവർത്തനം ഒന്നും നടത്തിയില്ല, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നാ പറയുന്നത്. ഏത് കോപ്പിലെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഞാൻ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരം? അവിടെ അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് അവരിവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്തത്. മുസ്ലിം ലീഗാണ് രാജ്യം പിളർത്തി പാകിസ്ഥാൻ ഉണ്ടാക്കി പോയത്. അതാണ് അപ്പൊ ഇസ്ലാമിക രാജ്യം. അവരെ പോയിന്റ് ശരിയാ. അതെ, അത് ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്. അതായത് ഏത് കോപ്പിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ജൂതരാഷ്ട്രം പാടില്ല, റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് അവിടെ ഒളിച്ചു കിടത്തുന്നത് യഥാർത്ഥത്തിൽ ജൂത ഉന്മൂലനമാണ്. അത് ജൂസിന്റെ ജനോസൈഡാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി അവര് ഒരുമിച്ച് നിന്നതിന്റെ ഒരു തെളിവുകൾ എങ്കിലും കൊണ്ടുവരാം. അവരെ ചാർട്ടറിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ വിൽ ബി അനൈലേറ്റഡ്, ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്ന് തന്നെയാണ് എഴുതി വെച്ചത്. ഇസ്ലാം തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചത്, ഹമാസ് എന്നല്ല. അപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് മതം തന്നെയാണ്. മതമാണ് ഇതിന് ഒരു വലിയ പ്രശ്നമായിട്ട് വിലങ്ങേടിയായിട്ട് മാറി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തേഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത മാതിരി വീണ്ടും നിങ്ങൾ മദ്രസ നിലവാരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് മറിച്ച് തിരിച്ച് നമുക്ക് പറയാനുള്ളത് ഇതേ മദ്രസ നിലവാരത്തിലുള്ള കാര്യം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. വിദ്യാസാഗർ ഗുരുമൂർത്തി, കഴിഞ്ഞ ദിവസമാണ് ഈ സലഫി പ്രസ്ഥാനമായിട്ടുള്ള വിസ്ഡം അവർ അന്യ സംസ്ഥാന മുസ്ലിം തൊഴിലാളികളുടെ ഒരു യോഗം വിളിച്ചത്. അത് പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെയുള്ള യോഗം വിളിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർ ബംഗാളികളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാലോ, കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പം ബംഗ്ലാദേശികളാണുള്ളത്. ഇടയ്ക്കൊരു ബംഗ്ലാദേശി വേട്ടയുണ്ടായിരുന്നു, ഇപ്പോൾ അത് തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുക. ഇത് എല്ലാം ചേർത്ത് വായിക്കേണ്ടതല്ലേ? ഞാൻ അങ്ങയോട് മുമ്പുള്ള പല ചർച്ചകളും പറഞ്ഞല്ലോ, ഈ വിസ്ഡംകാര് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇവർക്ക്, അത് പറഞ്ഞു ഓർക്കുന്നില്ലേ? അതെ. ഇവർക്ക് രാത്രി കാലങ്ങളിൽ 10 മണി മുതൽ 11 മണി വരെയുള്ള 1 മണിക്കൂർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഏരിയകളിൽ വെച്ചിട്ട് ഇവർക്ക് പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഈ ജിഹാദി ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. ദാവ പ്രവർത്തനം, അവർ പറയുന്ന മത പഠനം നടക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്ന ആളുകൾ കൃത്യമായി ബംഗാളികളല്ല, മിക്ക പേരും ബംഗ്ലാദേശികളാണ്. ഇത് വരുന്ന ഒരു വലിയ ഭീകരാക്രമണത്തിന്റെ മുന്നൊരുക്കമായിട്ട് ഞാൻ പലപ്പോഴും നമ്മുടെ ജനം ടി വിയിൽ തന്നെ പറഞ്ഞിരുന്നു. ബിക്കോസ് ജനം ടി വി ഇസ് ദി ഓൺലി ചാനൽ വിച്ച് ഡേഴ്സ് ടു ഓപ്പൺ എക്സിബിറ്റ് ദീസ് പീപ്പിൾ. ഇവരെ ശരിക്കും തുറന്ന് പ്രദർശനത്തിൽ വെക്കുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് എക്സ്പോസ് ചെയ്യുന്ന ഒരു ചാനൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റ് ചാനലുകളൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കില്ല. ഈ ഒരു വിഷയം വന്നാൽ അവർ കണ്ണടച്ചു കളയും. അവരൊരിക്കലും ഇത് എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ചാനലുകളാണ്. നമ്മളിവിടെ പലപ്പോഴായി പറഞ്ഞ വിഷയമാണിത്. അനിൽജിയുടെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇഫ്താർ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഒരു ഒളിച്ചു കടത്തലാണ്. അതായത് സമാജത്തിലെ എല്ലാ ഭാഗത്തിലെ ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, ആഹാരം, വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കുന്നു, സ്നേഹം പങ്കിടുന്നു എന്ന ഒരു പുകമറയ്ക്ക് പുറകിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്നത് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ ഒരു ജിഹാദിയുടെ ഭക്ഷണം പോയി കഴിച്ചാൽ എന്റെ മനസ്സിൽ അവനോട് അറിയാതെ ഒരു വിധേയത്വം രൂപപ്പെടുകയാണ്, അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ വിരുന്നുണ്ടതല്ലേ എന്നൊരു വിധേയത്വം രൂപപ്പെടുത്തിയെടുക്കുകയാണ് എല്ലാ രാഷ്ട്രീയക്കാരെയും. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ മത്സരിക്കുകയാണ്. ഇവരാരും ഒരു ശ്രീകൃഷ്ണ ജയന്തിയോ ഒരു ശിവരാത്രിയോ നമ്മുടെ നിയമസഭയിൽ അവരുടെ അംഗങ്ങൾ എന്താണ് ആഘോഷിക്കാത്തത്? അവിടെ എന്താ ഹിന്ദുക്കളോട് സാഹോദര്യം വേണ്ടേ? ഓണം ആഘോഷിക്കുന്നത് മതേതര ഉത്സവമായിട്ടാണ്. വെറുതെ പൂക്കളിട്ട് പോവാണ്, പൂക്കളിട്ട് പായസം കുടിച്ച് പോവാണ്. അതിൽ there is no religious custom maintained. അതുപോലെ സെക്രട്ടേറിയറ്റിന് അകത്ത് പാടില്ല, പുറത്തേ പാടില്ല. ആരിഫ് എന്തോ പറയട്ടെ. അല്ല, അത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല അല്ലേ? അതറിഞ്ഞ ഈ ചോദ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാവുമ്പോൾ നിങ്ങൾ മതേതരനാണ് എന്ന് കാണിക്കാൻ എന്താ വേണ്ടത്? നിങ്ങൾ ഹിന്ദുവിനെ കുറ്റം പറയാ, ഹിന്ദു ആചാരങ്ങളെ തള്ളി പറയാ. നിങ്ങൾ
അതേപോലെ തന്നെ നിങ്ങളൊരു പുരോഗമനവാദിയാണെന്ന് കാണിക്കാനും എളുപ്പം അതാണ്. അതേസമയം നിങ്ങൾ വളരെയധികം മാനവിക മൂല്യവും അതുപോലെ മതസ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ആളാണെന്ന് കാണിക്കാൻ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അത് ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുക. അതായത് നിങ്ങൾ പുരോഗമനവാദിയാകാൻ നിങ്ങൾ ഒപ്പോസ് ഹിന്ദുയിസം, നിങ്ങൾ മതേതരനാകാൻ അപ്പീസ് ഇസ്ലാം. ഇത്രയേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. ഇത് തുടങ്ങി വെച്ചത് നമ്മുടെ ഫാദർ ദിനേശനാണ്. അതായത് നമ്മുടെ ഗാന്ധി തുടങ്ങി വെച്ചൊരു പാരമ്പര്യമാണത്, ഇസ്ലാമിനെ ചേർത്ത് പിടിച്ച്. നവഖാലിയിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ എല്ലാം മൗനമായി സഹിക്കുക. അവർ നമ്മളെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കുക എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭീകരവാദത്തെ വളരെയധികം വെള്ളപൂശിയതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഹിന്ദുക്കളെ സത്യം പറഞ്ഞാൽ പ്രതികരണമില്ലാത്ത വിഡ്ഢികളാക്കി മാറ്റിയത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മേലെ ഒരു ഇത് വെച്ചല്ലോ, നമ്മുടെ സിംഹങ്ങളെ വെച്ചപ്പോ സിംഹങ്ങൾക്ക് ക്രൗര്യം കൂടിപ്പോയി എന്നാ കോൺഗ്രസ് പറഞ്ഞു. സിംഹം പിന്നെ പുല്ല് നിന്ന് കാണിക്കണോ, പാല് കുടിച്ച് കാണിക്കണോ? അപ്പൊ അതാണ് കോൺഗ്രസിന് വേണ്ടത്. ഈ തീരെ പ്രതികരണ ശേഷിയില്ലാത്ത ജിഹാദികളുടെ പുറം തലോടി കൊടുക്കുന്ന ഹിന്ദുക്കളെയാണ്. അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാക്കി കഴിഞ്ഞു അവർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും മത്സരിക്കുകയാണ്. ആരാണ് കൂടുതൽ കട്ട്ലറ്റ് വാങ്ങിക്കൊടുക്കുക, ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിക്കൊടുക്കേണ്ടത്, ആരാണ് കൂടുതൽ പട്ടുറുമാല് കൊടുക്കേണ്ടത്, ഇങ്ങനെ മത്സരിക്കുകയാണ്. ഇത് മറ്റൊരു മതത്തിന്റെ കാര്യത്തിൽ ഈ ദാക്ഷിണ്യവും ദയവും കാണിക്കുന്നില്ല. അപ്പൊ ഇത് വളരെ അപകടകരമായ പോക്കാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോ ഷാഫി ചാലിയം പലതും പറഞ്ഞ് ന്യായീകരിച്ചു. അതുപോട്ടെ, അത് സ്ഥിരം ന്യായീകരണമാണ്. ഷാഫി ചാലിയത്തിന്റെ ന്യായീകരണത്തിന് എനിക്ക് ഭയമില്ല. കാരണം ആരിഫ് ഹുസൈന്റെയും മറ്റ് എക്സ് മുസ്ലിമുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഖുറാനെ ശരിക്കും വിമർശിച്ചുകൊണ്ടുള്ള പാഠങ്ങൾ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിൽ ആശങ്കയില്ല. അയാൾ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞിട്ട് അതിനെയൊക്കെ കൃത്യമായിട്ട് ഇടകീറി അവർ പരിശോധിച്ച് ആരിഫ് ഹുസൈന്റെ ചാനലിലും അതുപോലെ മറ്റ് ഇതുപോലെ യുക്തിവാദികളുടെ ചാനലുകൾ ഉണ്ട്. അതുകൊണ്ട് ഞാനായിട്ടത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു കാര്യത്തിനാണ് മറുപടി പറഞ്ഞില്ല. ഇത് ഒരു സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എ ജിയോളജിക്കൽ കോൺഫ്ലിക്ട്, ഇതൊരു ഭൂമിശാസ്ത്രപരമായ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മതപരമായ കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ടാണ് ഇത് മാറ്റമില്ലാതെ തുടരുന്നത്. ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നത് മതപരമായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഇത് ഗസയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന ഈ പ്രവർത്തനം ഒരു മതപരമായ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെ അങ്ങനെ വായിക്കരുത് എന്ന് പറയുന്നവർ രണ്ടുപേരാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും രണ്ട് ഇസ്ലാമിസ്റ്റുകളും. ഈ രണ്ടു കൂട്ടർക്കും ഏക ലക്ഷ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എക്കാലത്തും പറയുന്നൊരു കാര്യം ഇസ്ലാം പോരാളികളാണെന്നാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് വരെ അതാണ് അവർ പറയുന്നത്. അതിന് കാരണം എന്താണ്? ഇവർ രണ്ടുപേരും ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അത് അപകടകരമായ ഒരു മീറ്റിംഗ് ആണ്. ഞാൻ പണ്ടും പറഞ്ഞിരുന്നു, ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമല്ലേ. മുക്കും മൂലയിലും ബംഗ്ലാദേശികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഈദ് വിരുന്നും അവർക്ക് മതപരമായ ക്ലാസും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ മുന്നൊരുക്കമാണെന്ന് അറിയാൻ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന് പറ്റുന്നില്ലേ? അഥവാ ഇന്റലിജൻസ് ഓൾറെഡി ഇതിനെപ്പറ്റി അവെയർ ആണെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക പ്രവർത്തനമുണ്ട്. അത് മുന്നോട്ട് നേരത്തെ ആരിഫ് പറഞ്ഞ പോലെ സോളിഡാരിറ്റി അടക്കമുള്ള സംഘടനകൾ നിരോധിക്കപ്പെടാനുള്ള മറ്റൊരു കാരണമായി തീരും. പിന്നെ ഈ വിസ്ഡം എന്ന് പറയുന്ന സംഘടന ഏതാണെന്ന് അറിയാമോ? വയനാട്ടില് ഒരു ഖബർ, അതായത് ഒരു മുസ്ലിം സിദ്ധൻ എന്ന് പറയുന്ന അവരുടെ ഈ സുന്നികളുടെ ഒരു മുസ്ലിം സിദ്ധന്റെ കുടീരം, ശവകുടീരം പോയിട്ട് രാത്രിയിൽ വെട്ടിപ്പൊളിച്ചവരാണ്. അതായത് ഇസ്ലാമിന്റെ അകത്ത് തന്നെ ക്ലിയർ കട്ട് സെലഫിസം മാത്രമേ പാടുള്ളൂ, യാതൊരു തരത്തിലും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇതിനോടും ആരാധിക്കരുത്, ജാറങ്ങളോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ശുദ്ധവാദികളായിട്ടുള്ള, ശുദ്ധവാദി ഇൻ ദ സെൻസ് ഇസ്ലാമിക ശുദ്ധവാദികളായിട്ടുള്ളവരാണ് അവർ. അത്രയും റിജിഡ്, അതെ, പ്യൂരിറ്റാനിസം, അതായത് വളരെ റിജിഡ് ഫണ്ടമെന്റൽ റിലീജിയസ് എക്സ്ട്രീമിസം ഉള്ളവരാണ്. അവർ ഇവിടെ വളർന്നു വരുന്നു. ഓരോ പഞ്ചായത്തിലും അവർക്ക് 1000 പേരെ സംഘടിപ്പിക്കാൻ പറ്റുന്നുവെങ്കിൽ വളരെ അപകടകരമാണ്. വളരെ മാത്രമല്ല, ഇതിപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് ലീഗൽ നടപടികൾ വേണം. ഇവിടെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പറഞ്ഞു ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞതിന് അയാളെ കൊല്ലുമെന്ന് പരസ്യമായിട്ട് വെല്ലുവിളിച്ചവരാണ് ഇവിടെ SDPI ഓർക്കുന്നില്ലേ? ഒരു ജസ്റ്റിസിനോട് അങ്ങനെ പറയാൻ മാത്രം ഉണ്ടെങ്കിൽ ഇവര് അപകടകരമായ വളർച്ചയാണ് കേരളത്തിൽ. പെരുമ്പാവൂര്, ആലുവ. പറഞ്ഞോളൂ ആരിഫ്, പറഞ്ഞോളൂ. അല്ല, ആഡ് ചെയ്യാനുള്ള കാര്യത്തിൽ നമ്മളിവിടെ ആശങ്കകൾ പങ്കുവെക്കുന്നു, ഈ വിഷയത്തെ കാണാൻ നമുക്ക് സാധിക്കുന്നു, ഇത് ചർച്ച ചെയ്യുന്നു.
ഞാനിതിൽ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശവക്കുഴി എന്ന് പറയുന്നത്. ഒരു കാര്യം പറയാം. പണ്ട് ആരിഫെ 93 നമ്മുടെ കോഴിക്കോടൊക്കെയുള്ള മതിലുകളിൽ പിന്നെ RSSകാര് എഴുതി വെച്ചു, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപികരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് RSS എഴുതി വെച്ചു. തൊട്ടപ്പുറത്ത് ഇവർ എഴുതി വെച്ചു, പിന്നെ എന്താണ്, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമല്ല എന്ന്. അപ്പോൾ തിരിച്ചതിന് മറുപടിയായിട്ട് RSSകാർ അന്ന് കേരളത്തിലെ മതിലൊക്കെ എഴുതി വെച്ചൊരു വാക്യമുണ്ട്, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഒറ്റ കാര്യം ഞാൻ പറയുന്നതിന്റെ കാരണം വേറൊന്നാണ്. അതായത് ഇവിടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ പാകത്തിനുള്ള ഒരു വളരെ വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അതിലൊരു വലിയ പങ്ക് ഇവിടുത്തെ ഈ സമാധാനപ്രിയരായ, ദേശത്തെ സ്നേഹിക്കുന്ന, മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന സെക്യുലർ ആയിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾ തന്നെയാണ്. രണ്ടാമത് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിങ്ങളെ പോലെയുള്ള മറ്റു ഒരുപാട് ആളുകൾ മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതൊരു വലിയൊരു ഒരു സമൂഹമായിട്ട് മാറുകയും ഈ തീവ്രവാദത്തെ നമുക്ക് മാറ്റി നിർത്തി ഇതിനെ ഒറ്റപ്പെടുത്താനും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു സാധിക്കുന്ന ഒരു വലിയൊരു നാട് അത് ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമായിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും. കേന്ദ്രത്തിന്റെ ഇടപെടൽ വളരെ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതാണ് കാരണം നിങ്ങളെ പോലെയുള്ള ഹമാസിനെ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ. ശ്രീ ബി രാധാകൃഷ്ണൻ, താങ്കൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക, ശ്രദ്ധയിൽപ്പെടുത്തുക. അല്ല, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞവർക്ക് ജനങ്ങൾ തന്നെ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ തിരിച്ചറിഞ്ഞ് മറുപടി പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആശങ്കയ്ക്ക് ഭാരതത്തെ സംബന്ധിച്ച് അതിന് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. എങ്കിലും അതിനെ പരിഹരിക്കാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനവും ഇവിടെ ഉണ്ട്. അത് ശക്തമായി തന്നെ, കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ വൈവിധ്യത്തിലെ ഏകതയെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന വലിയ ആശയവും ആ പ്രത്യയശാസ്ത്രവും എല്ലാം ഭാരതത്തിന് സ്വന്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ അല്ലെ വിശ്വാസിയെ മുഴുവൻ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ ആ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭീകരതയെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ഭാരതത്തിന് കഴിയും. ഹിന്ദു ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ഇവിടെ അർബൻ നക്സലിന്റെ പേരിലോ മറ്റു രീതിയിലോ ഒക്കെ പരിശ്രമിക്കുമ്പോൾ ഹിന്ദുവിന്റെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്ന തൃക്കാക്കരയപ്പനും തിരുവോണവും ഒക്കെ മതേതരമാക്കി മാറ്റിയെങ്കിൽ അതേപോലെ ഓരോ ക്ഷേത്രവും ഓരോ ആരാധനാ സമ്പ്രദായവും മുഴുവനായി മതേതരമാക്കിക്കൊണ്ട് ഹിന്ദുവിനെ തന്നെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ അവര് മൂഢസ്വർഗത്തിലാണ്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മറിച്ച് അതെല്ലാം ആ ആശയത്തിന്റെ പ്രസക്തി അത് തുടരും. എന്നാൽ അതേസമയം തന്നെ ഭീകരത ഇവിടെ നശിക്കുകയും ചെയ്യും, സംശയമൊന്നുമില്ല. അതിനെ നശിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഭരണ സംവിധാനം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഓക്കെ, ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർ